Meet the editors. ന്യൂനപക്ഷം ഭയക്കണമെന്നാണ് ചോദ്യം. സ്മൃതി, ഇന്നിപ്പോൾ ജോർജ് കുര്യൻ്റെ പ്രസ് മീറ്റ് കാണുകയായിരുന്നു. അടുത്ത കാലത്ത് നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും ജുഗുപ്സാവഹമായൊരു പ്രസ് മീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. വളരെ ആ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഒരു മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നത്. ന്യൂനപക്ഷം ഭയപ്പെടണമോ എന്നതാണ് ചോദ്യം. ന്യൂനപക്ഷം ഭയക്കണമല്ലോ. ന്യൂനപക്ഷം ഭയന്നിട്ടാണ് കുറച്ചു കാലമായിട്ട് ഇവിടെ കഴിയുന്നത്. ഇത്രയും കാലം മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ ഭയവും അവർ കടന്നുപോയ കാര്യങ്ങളുമാണ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടുള്ളത്. ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൻ്റെ അവരുടെ ഭാഗത്തു നിന്ന് തന്നെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നതും ഒരുപക്ഷെ ശക്തമായി പ്രതികരിക്കുന്ന ഇപ്പോഴായിരിക്കാം. നമ്മളുടെ മുന്നിൽ കണക്കുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ബാബറി മസ്ജിദ്, പിന്നീട് വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഈ മുത്തലാഖ് നിയമം തുടങ്ങി ഒരുപാട് പദ്ധതികൾ നടപ്പാക്കി കഴിഞ്ഞു. ഇപ്പോൾ കേരളം, തമിഴ്നാട്, കർണാടക പോലുള്ള സംസ്ഥാനങ്ങൾ ഒഴിച്ച് അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ മുസ്ലിം ന്യൂനപക്ഷം ശക്തമായി എതിർക്കുകയോ പ്രതികരിക്കുകയോ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ടോ? അപ്പോൾ വിധേയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക്, ഭയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് അവരെത്തിക്കഴിഞ്ഞിരിക്കുന്നു. അടുത്തത് വിചാരധാരയിലെ അടുത്ത ശത്രുക്കൾ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനികളിലേക്കും കടന്നു വന്നിട്ടുള്ള കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. ക്രിസ്ത്യൻ സംഘടനകൾ തന്നെ നടത്തിയ കണക്കെടുപ്പ് നമ്മുടെ മുന്നിലുണ്ടല്ലോ. അപ്പോൾ എത്രത്തോളം ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്നു, പള്ളികൾ ആക്രമിക്കപ്പെടുന്നു, പുരോഹിതർ ആക്രമിക്കപ്പെടുന്നു, കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു, അതിൻ്റെ കണക്ക് നമ്മളിലുണ്ട്. ആ കണക്കുകളും ഉയർന്ന കണക്കുകളാണ്, താഴ്ന്നല്ല പോകുന്നത്, ഉയർന്നാണ് പോകുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. അപ്പോൾ ആ യാഥാർത്ഥ്യത്തിലേക്ക്, തിരിച്ചറിവിലേക്ക് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ മതമേലധികാരികൾ എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു ചോദ്യം, അവർ ഭയപ്പെടുന്നു, അത് വിധേയപ്പെട്ടിട്ടാണോ അത് പരിഹരിക്കാൻ നോക്കുന്നത്, അതോ കർശനമായ നിലപാടോട് കൂടിയാണോ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ ചോദ്യം. ഇന്നലെ നമ്മൾ കണ്ടതാണ്, ശക്തമായ ഒരു പ്രതികരണം വരുന്നുണ്ട്. ആദ്യം ചങ്ങാത്തം ഇനി നീതി കിട്ടിയിട്ട് മതി എന്നുള്ള പ്രതികരണം നമ്മൾ കാണുന്നുണ്ട്. ചങ്ങാത്തം ഇനി നീതി കിട്ടിയിട്ട് മതി, അത് കഴിഞ്ഞിട്ട് ചായ കുടി മതി എന്ന തീരുമാനം നമ്മൾ കാണുന്നു. പക്ഷേ ഇന്നിപ്പോൾ കാണുന്നത് BJP സംസ്ഥാന അധ്യക്ഷൻ അധ്യക്ഷന്മാരെ കാണാൻ പോകുന്നു, സീറോ മലബാർ സഭയെ കാണാൻ പോകുന്നു എന്നുള്ളതാണ്. ഇനി ആരെങ്കിലും കാണാൻ വരുമ്പോൾ വാതിലടയ്ക്കണമോ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ ഇപ്പോൾ കാണാൻ വരേണ്ട എന്നൊരു സന്ദേശം കർശനമായി നൽകാൻ അവർക്ക് കഴിയുന്നുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെ കഴിയുന്നുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ കന്യാസ്ത്രീകളുടെ വിഷയം നമ്മൾ ഇന്നലെ വിശദമായി ചർച്ച ചെയ്തതാണ്. ഇതിപ്പോൾ കന്യാസ്ത്രീകളുടെ വിഷയത്തിലേക്ക് വന്നതുകൊണ്ട്, ഏത് സഭയിൽ പെടുന്നു എന്നതുകൊണ്ടാണ് ഒരുപക്ഷെ പ്രതികരണത്തിലേക്ക് വന്നത്. ദളിത് ക്രിസ്ത്യാനികളുടെ കാര്യത്തിൽ അങ്ങനെയല്ലല്ലോ എന്ന വിഷയമൊക്കെ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ആ കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യേണ്ടത്. കാരണം കേരളത്തിൽ ഇപ്പോൾ കാണുന്ന കാഴ്ച, ഇന്ന് തെരുവിൽ വലിയ പ്രതിഷേധം, കന്യാസ്ത്രീകൾ തെരുവിലേക്ക് ഇറങ്ങിയ ഒരു വലിയ പ്രതിഷേധം നമ്മൾ ഇന്ന് ആലപ്പുഴയിൽ കണ്ടു. അതല്ലാതെ ഇന്നും വേറെ പ്രതിഷേധങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് ദേവലോകത്ത് മതമേലധ്യക്ഷന്മാർ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പ്രതിഷേധം അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ നോക്കൂ, പ്രതിഷേധിക്കുമ്പോഴും ചർച്ചയിലൂടെ പരിഹരിക്കാൻ കഴിയുമോ അവർ പ്രതീക്ഷിക്കുമ്പോൾ ഇന്ന് നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പ്രസ്താവന വരുന്നത് എന്താണ്? കന്യാസ്ത്രീകളായതുകൊണ്ടും മലയാളികളായതുകൊണ്ടും കുറ്റം ചെയ്താലും അവരെ ഏതു വിധേനയും രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് തങ്ങളുടെ നയം എന്ന ചില രാഷ്ട്രീയ സംഘടനകളുടെ നയം തീർത്തും അപലപനീയമാണ്. പിന്നീട് അങ്ങോട്ട് പറയുന്ന ദീർഘമായ കാര്യങ്ങൾ അങ്ങനെയൊക്കെ അവിടെ നിൽക്കുന്നു. ഇനി ശശികല, KP ശശികലയുടെ പോസ്റ്റ്, ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയപ്പോഴും മുനമ്പത്തെ വഖഫ് വിഷയത്തിലും പാലാ ബിഷപ്പ് ഹൗസിലേക്ക് ഇസ്ലാമിക തീവ്രവാദികൾ പ്രകടനം നടത്തിയപ്പോഴും അങ്ങനെ നിരവധി തവണ ക്രൈസ്തവ വിശ്വാസികളുടെ ആത്മാഭിമാനം വ്രണപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായപ്പോൾ ഒന്നും കണ്ടിട്ടില്ലാത്ത മതനേതൃത്വങ്ങളുടെ ആർജവം ഇപ്പോൾ കേരളത്തിൽ കാണുമ്പോൾ അത്ഭുതം തോന്നുന്നു എന്നാണ് പറയുന്നത്. അതവിടെ നിൽക്കുന്നു. ഇനി നമ്മൾ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ, അതായത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങൾ ചർച്ച ചെയ്യുന്നതാണ്, സംസ്ഥാനത്തെ BJP നേതൃത്വം ഒരു നിലപാടെടുക്കുന്നു ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്കൊപ്പം. പക്ഷേ കേരളത്തിന് പുറത്ത് അങ്ങനെയല്ല, കേന്ദ്ര നേതൃത്വം മറ്റൊരു നിലപാടെടുക്കുന്നു എന്നാണല്ലോ കണ്ടത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് നോക്കൂ, ഇപ്പോൾ കോൺഗ്രസും ഇടതുപക്ഷവും നടത്തുന്ന വെറും നാടകവും അവസരവാദ രാഷ്ട്രീയവും മാത്രമാണ്, അതൊരിക്കലും ജനങ്ങളെ സഹായിക്കില്ല. അടുത്ത വരി, കഴിഞ്ഞ ദിവസങ്ങളിൽ ജയിലിലും കോടതിക്കും പുറത്തു വെച്ച് നടത്തിയ അനാവശ്യ നാടകങ്ങളും പ്രതിഷേധങ്ങളും ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾ നേരിടുന്ന സാഹചര്യത്തെ കൂടുതൽ വഷളാക്കാനും സങ്കീർണമാക്കാനും മാത്രമാണ് ഉപകരിച്ചത്. അപ്പോൾ നമ്മൾ ജയിലിന് പുറത്ത് കണ്ട ആക്രോശവും അത് കണ്ടു കഴിഞ്ഞാൽ അതിനുശേഷം നടന്ന ആഹ്ലാദാരവും നാടകമായിരുന്നില്ല. അവിടെ അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ വന്നവരാണ് നാടകമാടിയിരുന്നത്. അപ്പോൾ BJPയുടേതാണ് കൃത്യമായ നിലപാടെന്ന് പറഞ്ഞു. എന്നിട്ട് ആ പോസ്റ്റ് അവസാനിക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി നോക്കണം. അന്വേഷണത്തിൻ്റെ സുതാര്യത ഉറപ്പുവരുത്താനും എല്ലാവിധ സമ്മർദ്ദങ്ങളും ഒഴിവാക്കാനും ഗൗരവമേറിയ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതിയിലേക്ക് കേസ് മാറ്റിയിരിക്കുന്നു. എവിടേക്ക് മാറ്റിയിരിക്കുന്നു? NIA കോടതിയിലേക്ക് മാറ്റിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഗൗരവം എന്താണ്? അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? കന്യാസ്ത്രീകൾ തെറ്റു ചെയ്തു എന്നാണോ, അതോ ഛത്തീസ്ഗഡ് സർക്കാർ തെറ്റു ചെയ്തു എന്നാണോ? ഛത്തീസ്ഗഡ് സർക്കാരിന് തെറ്റു പറ്റിയിട്ടില്ല എന്നുള്ള വാദം തന്നെയാണ് ഇപ്പോൾ BJP നേതാക്കൾ പറയുന്നത്. അതായത് സംസ്ഥാനത്തെ BJP നേതൃത്വത്തിനും ദേശീയ നേതൃത്വത്തിൻ്റെ നിലപാടിലേക്ക് മാറേണ്ടി വന്നിരിക്കുന്നു എന്നാണ് എനിക്ക് ഈ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനാകുന്നത്. ഇനി പറഞ്ഞ ജോർജ് കുര്യൻ്റെ പ്രതികരണം,
അത് നമുക്ക് തമാശയായി കളയാമെന്നേ. ജോർജ് കുര്യൻ എങ്ങനെയാണ് ഈ സഹമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നത്? ജോർജ് കുര്യനെ സഹമന്ത്രി സ്ഥാനത്തേക്ക് എങ്ങനെയാണ് പരിഗണിക്കുന്നത്? ക്രിസ്ത്യൻ വിഭാഗത്തെ കൂടി പരിഗണിച്ചാലേ ഇവിടെ തിരഞ്ഞെടുപ്പ് വിജയം സാധ്യമാകുകയുള്ളൂ. ഇവിടുത്തെ 18% കൂടി ചേർന്നാലേ ഒരു വിജയത്തിന് സാധ്യമാകുകയുള്ളൂ എന്ന ബോധ്യത്തിൽ നിന്നാണ് ഈ തരത്തിലുള്ള മാറ്റങ്ങളിലേക്ക് പോയത്. ഈ പുനഃസംഘടന വന്നു കഴിഞ്ഞപ്പോൾ 4 ജനറൽ സെക്രട്ടറിമാരിൽ ഒരു ക്രിസ്ത്യാനിയെ എങ്ങനെയാണ് അതിൽ അവരോധിക്കുന്നത്? അതുകൂടാതെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അല്ലേ ഒരു ക്രിസ്ത്യൻ പ്രതിനിധി എങ്ങനെയാണ് ഉൾപ്പെടുത്തുന്നത്? അപ്പോൾ ഒരു മാറ്റം വേണ്ടതുണ്ട്. അവരെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് വോട്ട് വിഹിതം നേടിക്കൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേട്ടമുണ്ടാക്കാം എന്നുള്ള മോഹങ്ങൾക്കാണ് ഇപ്പോൾ തിരിച്ചടിയേറ്റിരിക്കുന്നത്. ആ തിരിച്ചടി എന്നത് ഇപ്പോൾ സഭ അത് കൃത്യമായി ബോധ്യമായിട്ടുണ്ടെങ്കിൽ കൊള്ളാം. കാരണം ഇപ്പോൾ ഈ പറയുന്നുണ്ടല്ലോ, അവിടെ ഒരു നിയമമുണ്ട്. ആ നിയമം ലംഘിക്കുകയാണ് കന്യാസ്ത്രീകൾ ചെയ്തത്. അതാണ് പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ നിയമം? ഛത്തീസ്ഗഡിൽ മതസ്വാതന്ത്ര്യ നിയമമുണ്ട്. ശരി, മതസ്വാതന്ത്ര്യ നിയമം കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ് എന്ന് വാദിക്കാം. അതൊക്കെ വാദത്തിന് പറയാം. എന്താണ് മതസ്വാതന്ത്ര്യ നിയമം പറയുന്നത്? ഈ നിയമം പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കൽ, പ്രലോഭനം, ഭീഷണി, അനാവശ്യ സ്വാധീനം, നിർബന്ധം, വിവാഹം അല്ലെങ്കിൽ വഞ്ചനാപരമായ മാർഗങ്ങൾ എന്നിവയിലൂടെ ഒരു മതത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പരിവർത്തനം നിരോധിക്കുകയാണ് നിയമലക്ഷ്യം. അതാണ് നിയമലക്ഷ്യം. അതല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു മതത്തിലേക്ക് മാറണമെങ്കിൽ അത് ഇതിൻ്റെ പരിധിയിൽ വരില്ല. ഇനിയിപ്പോൾ ഇവരുടെ ഈ കേസിലേക്ക് വരുമ്പോൾ അവിടെ മതപരിവർത്തനം നടന്നിട്ടില്ല. ആ 3 പെൺകുട്ടികളും ക്രിസ്ത്യാനികളായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. നോക്കൂ, ഇവരെ കാണാൻ പോയ ആനി രാജ എഴുതുകയാണ്, അവർക്ക് ചെരുപ്പിടാൻ, ജയിലിനകത്ത് ചെരുപ്പിടാൻ പോലും നിർവാഹമില്ല. ചെരുപ്പില്ലാതെ ഈ 60 വയസ്സ് കഴിഞ്ഞ്, നമ്മൾ ഇന്നലെ പ്രായം തെറ്റിപ്പോയതാണ്, 60 വയസ്സിന് മേലെയാണ് ഈ 2 കന്യാസ്ത്രീകളും. അവർക്ക് ചെരുപ്പിടാൻ പോലും പാടില്ല. അവർ മുഴുവൻ കന്യാസ്ത്രീകളുടെ വേഷത്തിലാണോ നിൽക്കുന്നത്? അല്ല. കാരണം അവർക്ക് കൊന്ത ധരിക്കാൻ അനുവാദമില്ല. കൊന്ത പോക്കറ്റിൽ വെച്ചാൽ മതി. കൊന്ത കാണുമ്പോൾ അവർക്ക് ഹാലിളകും, അതിലെ കുരിശ് കാണുമ്പോൾ ഹാലിളകും. അതുകൊണ്ട് അത് അകത്ത് വെച്ചാൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് മതസ്വാതന്ത്ര്യമാണ് ഇവിടെ നടക്കുന്നത്? എന്ത് ജനാധിപത്യമാണ് ഇവിടെ നടക്കുന്നത്? ഇവിടെ ബജ്രംഗ് ദൾ പ്രവർത്തകർക്ക് എന്തുമാകാം. അവർ നിയമം കയ്യിലെടുത്തു, അവർ അതിൻ്റെ കാര്യങ്ങൾ നടപ്പാക്കുന്നു. ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയിൽ നിന്ന് ഉറപ്പ് കിട്ടിയിരിക്കുന്നു എന്ന് പറയുന്നു. എന്താണ്? എൻ.ഐ.എ കോടതിയിലേക്ക് വിട്ടത് തെറ്റായി പോയി എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. കേരളത്തിലെ സാഹചര്യം ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുണ്ടാകാം. കാരണം ഇനി നമുക്ക് തെരഞ്ഞെടുപ്പ് ജയിക്കണമെങ്കിൽ ഒരു കൃത്യമായ കണക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, എത്ര ശതമാനം നേടണമെന്നുള്ള ഇവിടെ പറഞ്ഞിട്ടാണല്ലോ അദ്ദേഹം പോയിരിക്കുന്നത്. അപ്പോൾ ആ ശതമാനത്തിലേക്ക് എത്തണമെങ്കിൽ 25% അത് കിട്ടണമെങ്കിൽ ഇവർ കൂടിയാലേ കണക്കൊപ്പിക്കാൻ പറ്റൂ എന്ന് രാജീവ് ചന്ദ്രശേഖർ അവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് അത് ചെയ്തത് തെറ്റായിപ്പോയി. ഇനിയിപ്പോൾ പ്രോസിക്യൂഷൻ അവിടെ ഇനി തടയില്ല, ഈ ജാമ്യത്തെ എതിർക്കില്ല എന്ന് പറയുന്നു. ജാമ്യത്തെ എതിർത്തില്ലെങ്കിലും അവിടെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ സഭയുടെ നിലപാടെന്തായിരിക്കും? കന്യാസ്ത്രീകൾ അഥവാ മോചിപ്പിക്കപ്പെടുകയാണ്, ജാമ്യത്തിൽ അവർ പുറത്തിറങ്ങുകയാണെങ്കിൽ ഇനി സഭ എടുക്കുന്ന നിലപാടാണ് ഏറ്റവും പ്രധാനം. അതായത് കന്യാസ്ത്രീകൾ ഇതാ പുറത്തിറങ്ങിയിരിക്കുന്നു, കന്യാസ്ത്രീകളെ ഞങ്ങളിതാ പുറത്തിറക്കിയിരിക്കുന്നു, ഞങ്ങളിതാ വലിയ കാര്യം ചെയ്തിരിക്കുന്നു, ഞങ്ങളുടെ വലിയ മനസ്സ് നിങ്ങൾ കാണൂ എന്ന് പറയുന്നതിൽ ഇനിയും സഭ വീഴുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അവർക്ക് അതിലേക്കുള്ള കൃത്യമായ ബോധ്യത്തിലേക്ക് അടുത്ത ഉന്നം ഞങ്ങളാണ് എന്ന തിരിച്ചറിവിലേക്ക് അവർ എത്തുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ തിരിച്ചറിവിലേക്ക് എത്തിയതായി ചില മതമേലധ്യക്ഷന്മാരുടെ പ്രതികരണത്തിലുണ്ട്. പക്ഷേ ചിലരുടേതിൽ ഇല്ല എന്നുള്ളതാണ്. ന്യൂനപക്ഷം ഭയക്കേണ്ട, ജനാധിപത്യപരമായി സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ കഴിയാത്ത, മതനിരപേക്ഷ നിലപാടുള്ളവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് രാജ്യം വീണ്ടും പോവുകയാണ്. ഇന്ന് വന്നിരിക്കുന്ന സുപ്രധാന ഒരു വിധി കൂടിയുണ്ടല്ലോ, പ്രജ്ഞാ ഠാക്കൂറിനെ അടക്കം മോചിപ്പിച്ചുകൊണ്ടുള്ള കോടതി വിധി, എല്ലാ കുറ്റവാളികളെയും മോചിപ്പിച്ചുകൊണ്ടുള്ള കോടതി വിധി കൂടി വന്ന ദിവസമാണിന്ന്. റൈറ്റ്. ന്യൂനപക്ഷം ഭയക്കണമെന്നാണ് ചോദ്യം. ജിമ്മി, ഒരുപക്ഷേ ന്യൂനപക്ഷങ്ങൾ ഇത്രത്തോളം അരക്ഷിതാവസ്ഥയിലായൊരു കാലമില്ല എന്ന് തന്നെയാണ് പല ന്യൂനപക്ഷ സംഘടനകളും പറയുന്നത്. പക്ഷേ അപ്പോഴും BJPക്കെതിരെ ലെജിറ്റിമൈസ് ചെയ്യാൻ മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിലുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് ഉണ്ടായിരുന്നു. കേരളത്തിലടക്കം നമ്മളത് കണ്ടതുമാണ്. ജോർജ് കുര്യൻ മന്ത്രിയാവുന്നതോടുകൂടി ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ ഒരു പ്രതിനിധിയായി ഇതാ മന്ത്രിസഭയിൽ ജോർജ് കുര്യൻ വരുന്നുവെന്ന പ്രതീതി ഉണ്ടാവുന്നു. പക്ഷേ എല്ലാം ഇപ്പോൾ തകിടം മറിയുകയാണോ? ന്യൂനപക്ഷങ്ങൾ അരക്ഷിതാവസ്ഥയിലാണോ? അവർക്ക് ഭീഷണിയുണ്ടോ? ഈ തെങ്ങിനും കവുങ്ങിനും ഒരേ ത്ലാപ്പിട്ട് കയറാനുള്ളൊരു ശ്രമമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നടക്കില്ലല്ലോ. ഛത്തീസ്ഗഡിൽ BJP പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിൻ്റെ മുഖമുദ്രയാണ് അവിടുത്തെ ദളിത് ക്രിസ്ത്യാനികൾക്കെതിരായ അതിക്രമങ്ങൾ, അവിടെ മതപരിവർത്തനമെന്ന് അവർ വിചാരിക്കുന്ന കാര്യങ്ങളെ എതിർക്കുക. അതേസമയം കേരളത്തിലെ BJPക്ക് ക്രിസ്ത്യാനികളില്ലാതെ പറ്റുകയുമില്ല. ഒരിടത്ത് തെങ്ങാണ്, ഒരിടത്ത് കവുങ്ങാണ്. BJPയുടെ കയ്യിലാണെങ്കിൽ BJP എന്ന പാർട്ടിക്ക് ഒരൊറ്റ തലാപ്പേ ഉള്ളൂ. ഇതെന്ത് ചെയ്യും? അതുകൊണ്ട് ആദ്യത്തെ 4 ദിവസം ഛത്തീസ്ഗഡ് BJPക്ക് വേണ്ടി BJP ദേശീയ നേതൃത്വം അടക്കം ഒരു നാടകം കളിച്ചു. കന്യാസ്ത്രീകളെ പിടിച്ചകത്തിടുന്നു, അവർക്ക് ജാമ്യം നിഷേധിക്കുന്നു, വീണ്ടും കോടതിയിൽ പോകുമ്പോൾ അവിടെയും സർക്കാർ എതിരെ നിലപാടെടുക്കുന്നു. അങ്ങനെ ഒരു 4 ദിവസം കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നു. അവിടുത്തെ ഛത്തീസ്ഗഡിലെ BJPയുടെ മുഖ്യമന്ത്രി ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യുകയാണ്, ഇവർ മതപരിവർത്തനത്തിന് വന്നതാണെന്നാണ് ഞാൻ കരുതുന്നത്. 4 ദിവസം കഴിയുമ്പോൾ അമിത്ഷാ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, ഒരു കാരണവശാലും ഇത് NIA കോടതിയിലേക്ക് പോകാൻ പാടില്ലായിരുന്നു, അതുകൊണ്ട് ഇവർക്ക് ജാമ്യം നമ്മൾ കൊടുക്കാൻ പോവുകയാണ് എന്ന്
UDF എം പിമാരെ അറിയിക്കുകയാണ്. BJP എം പിമാരെ പോലും അല്ല, UDF എം പിമാരെ അറിയിക്കുകയാണ്. ഇനി അടുത്ത 4 ദിവസം കേരള BJPക്ക് വേണ്ടി ദേശീയ നേതൃത്വം കളിക്കാൻ പോവുകയാണ്. തെങ്ങിൽ നിന്നിറങ്ങി ഇനി കവുങ്ങി കയറാൻ പോവുകയാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചു, ഈ കേസ് വിട്ടുകൊടുക്കാൻ പോകുന്നില്ല BJP ഭരിക്കുന്ന ജാർഖണ്ഡിലെ സർക്കാർ, ഛത്തീസ്ഗഡിലെ സർക്കാർ. അവിടെ ചെയ്യാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ജാമ്യം കിട്ടും, പക്ഷേ കേസ് അവിടെ തന്നെ നിൽക്കും. കേസിൻ്റെ മുഴുവൻ നൂലാമാലകൾക്കും ഈ കന്യാസ്ത്രീമാരും അതിൻ്റെ കൂടെയുള്ളവരും ഉത്തരം പറയേണ്ടി വരും. അങ്ങനെ തന്നെ പോകും. പക്ഷേ തൽക്കാലത്തേക്ക് കന്യാസ്ത്രീകൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങി എന്നതോടുകൂടി ഈ വിഷയം അവസാനിപ്പിക്കാം എന്നാണ് BJP കരുതുന്നത്. അങ്ങനെ തെങ്ങും കവുങ്ങുമായി മാറി കയറാനുള്ള ഒരു മനോഹരമായ പദ്ധതിയാണ് ഇപ്പോൾ ആലോചിച്ച് വച്ചിരിക്കുന്നത്. ഇത് ഇന്ത്യയിൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോഴാണ് നിങ്ങൾ അരക്ഷിതരായി തുടരുമോ, അതോ ഈ കഴിഞ്ഞ ഒരാഴ്ച നിങ്ങൾ പേടിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ പേടിച്ചിട്ടുണ്ടെങ്കിൽ ആ പേടി തുടരുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ പോകുന്നത്. BJPയുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് പ്ലാൻ കേരളത്തിലെ എന്തായിരുന്നു? 46-48% ന്യൂനപക്ഷങ്ങളാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരുമിച്ച് വന്നാൽ. അങ്ങനെയുള്ളപ്പോൾ ഒരു കാരണവശാലും BJPക്ക് കേരളം പിടിക്കാനാവില്ല എന്നുള്ളത് അറിയാമായിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള സംസ്ഥാനങ്ങളൊന്നാണ് കേരളം. എന്നിട്ടും ഇത്രയും വർഷം ക്ലാപ്പ് കിട്ടിയിട്ടും പിടിച്ചെടുക്കാൻ പറ്റിയില്ല കേരളം. അപ്പോൾ ആ ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ രണ്ടായി പകുക്കാനുള്ള ഒരു സോഷ്യൽ പ്ലാൻ 10-12 വർഷമായി നടത്തി. അതിൻ്റെ പേരിലാണ് ലവ് ജിഹാദ് വന്നത്, നാർക്കോട്ടിക് ജിഹാദ്, ഒരുപാട് കഥകൾ വന്നു. അവസാനം ഒരു 2017, 18, 20 ആകുമ്പോഴേക്കും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ പരസ്യമായി തെറ്റുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുകയും കത്തോലിക്ക ബിഷപ്പുമാർ പോലും നാർക്കോട്ടിക് ജിഹാദ് ഉണ്ടെന്നും ലവ് ജിഹാദ് ഉണ്ടെന്നും പറയുകയും ചെയ്തു. കത്തോലിക്ക സഭയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലല്ലെങ്കിലും അവരുടെ ആളുകൾ തന്നെ നിയന്ത്രിക്കുന്ന ചാനൽ, അവരുടെ ആളുകൾ തന്നെ നിയന്ത്രിക്കുന്ന സംഘടന, അതൊക്കെ പരസ്യമായി മുസ്ലിങ്ങൾക്കെതിരെ ദിവസവും വിഷം തുപ്പുന്നതായി നമ്മൾ കണ്ടു. അങ്ങനെ BJPയുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് വിജയിച്ച ഒരു ഘട്ടത്തിലാണ് ഈ കന്യാസ്ത്രീകളുടെ ജയിൽവാസം നടക്കുന്നത്. ചരിത്ര മുഹൂർത്തമാണെന്നറിയണം. കാരണം സംസ്ഥാന തിരഞ്ഞെടുപ്പിലേക്ക് ഇനി വെറും 8 മാസമേ ഉള്ളൂ. ആ സമയത്താണ്, ആ കറക്റ്റ് മുഹൂർത്തം എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ ഇത് രേഖപ്പെടുത്തി വെക്കേണ്ടതാണ്. അപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയതുകൊണ്ട് BJP വീണ്ടും അവരുടെ പ്ലാനിലേക്ക് തിരിച്ചു പോകാൻ ശ്രമിച്ചാൽ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ, ഇവിടുത്തെ ബിഷപ്പുമാർ, ഇവിടുത്തെ സുറിയാനി ക്രിസ്ത്യാനികൾ അവർ ഈ പ്ലാൻ്റെ കൂടെ ഇനിയും തിരിച്ചു പോകുമോ, അതോ എന്താണ് യഥാർത്ഥത്തിൽ BJP എന്നും എന്താണ് യഥാർത്ഥത്തിൽ RSS എന്നും എന്താണ് യഥാർത്ഥത്തിൽ സംഘപരിവാരമെന്നും നിങ്ങൾക്ക് മനസ്സിലായോ എന്നുള്ളതാണ് നിങ്ങളുടെ ഭാവി തീരുമാനിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് കേരളത്തിലെ മുസ്ലിങ്ങളെ അപരവൽക്കരിച്ചത്, എങ്ങനെയാണ് കേരളത്തിലെ മുസ്ലിങ്ങളെ തീവ്രവാദികളും ലവ് ജിഹാദിസ്റ്റുകളും നാർക്കോട്ടിക് ജിഹാദിസ്റ്റുകളുമാക്കി നിങ്ങൾ കുറ്റപ്പെടുത്തിയത്, അത് നിങ്ങൾക്ക് നേരെ തിരിയുന്ന ഒരു ചരിത്ര മുഹൂർത്തമാണെന്ന് കൂടി കേരളത്തിലെ കത്തോലിക്കർ, കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ ഓർക്കണം. അവിടെ നിന്നാണ് ഇനി നിങ്ങളുടെ ഭാവി എങ്ങനെയാണെന്ന് തീരുമാനിക്കപ്പെടാൻ പോകുന്നത്. കേരളത്തിലെ ഈ ഇലക്ഷൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ BJPക്ക് ഇങ്ങനെ ഒരു മുസ്ലിങ്ങൾക്ക് മാറ്റി നിർത്തി ക്രിസ്ത്യാനികളുടെ വോട്ട് പിടിക്കാനുള്ള ഒരു പദ്ധതി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരു കാരണവശാലും കേരളത്തിലെ രണ്ട് കന്യാസ്ത്രീകൾക്ക് വേണ്ടി ജാർഖണ്ഡ് സ്ഥലത്ത് നിന്നുള്ള ജാർഖണ്ഡിലെ സർക്കാരോ BJPയോ ഒരു ചെറുപേര് പോലും അനക്കില്ല. ഇടയ്ക്കിടയ്ക്ക് തെറ്റി പോകുന്നില്ല, ഛത്തീസ്ഗഡ് സർക്കാർ ശ്രമിക്കില്ല. അപ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പാണ് തൽക്കാലം രക്ഷിച്ചത്. ഈ തെരഞ്ഞെടുപ്പ് കഴിയും, BJP ചിലപ്പോൾ വലിയ ഇൻറോഡ്സ് ഉണ്ടാക്കും. ഒരു കാരണവശാലും നിങ്ങൾക്ക് തിരിച്ചു മാറാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ എന്തു ചെയ്യും? ഇനിയെങ്കിലും കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ ഒരുമിച്ച് നിൽക്കുകയും ശത്രു എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്താലാണ് കാര്യങ്ങൾ കുറച്ചുകൂടെ സുരക്ഷിതമായി മുന്നോട്ട് പോകാനാവുക. ദേശീയ തലത്തിൽ കേരളത്തിന് പുറത്ത് ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ ഇപ്പോഴാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. വളരെ മുമ്പേ തന്നെ അങ്ങനെ തന്നെയായിരുന്നു, ഇനിയും അത് അങ്ങനെ തന്നെ തുടരും. പ്രത്യേകിച്ച് ഇവിടെ ഇരുന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിസ്സഹായരായ മനുഷ്യരാണ് മുഴുവൻ. അത് BJP മാത്രമല്ല, രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് പോകാൻ വല്ലാതെ തത്രപ്പാട് കാണിച്ച കോൺഗ്രസും എല്ലാം ഒരേ തൂവൽ പക്ഷികളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടെ കളി വേറെയാണ്. പക്ഷേ കേരളത്തിലെങ്കിലും ഇന്നത്തെ ഈ സംഭവം, കന്യാസ്ത്രീകൾ ജയിലിലായി 7ാം ദിവസത്തിലേക്ക് കടക്കുന്ന മുഹൂർത്തം മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ പരസ്പരം ന്യൂനപക്ഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിയൂരുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ നിന്ന് മാറാനുള്ള ഒരു വേക്കപ്പ് കോളാണിത്. അവിടെ ബുദ്ധിപരമായ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമോ? ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയം, വളരെ വലിയ സ്വത്തിൻ്റെ ക്രയവിക്രയങ്ങളുടെ കഥ കൂടി പറഞ്ഞിട്ട് പോകണം. കേരളത്തിലെ കത്തോലിക്ക സഭയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി നടന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഒരു ഭൂമി കുംഭകോണമായിരുന്നു. 90 കോടിയുടെ ഭൂമി കുംഭകോണം. ആ കേസ് എന്തായി? ആ കേസിൽ ഇൻകം ടാക്സ് ആണ് ആദ്യം കേസെടുത്തത്.
4 തവണ ഒരു സഭാ അധ്യക്ഷനെ ചോദ്യം ചെയ്തു, കോൾ ഫ്രീസറിലായി. അതിനുശേഷം ഇ ഡി കേസെടുത്തു. ഇ ഡി കേസെടുത്തത് പാപ്പച്ചൻ എന്ന് പറയുന്ന ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി എറണാകുളത്തുള്ളതാണ്. അദ്ദേഹം കൊടുത്ത പരാതിയാണ്. ഈ പാപ്പച്ചനെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ പാപ്പച്ചനെ 8 ദിവസം ഇ ഡി ചോദ്യം ചെയ്തു, വാദിയെ ചോദ്യം ചെയ്തു. പിന്നെ വലിയ ബഹളമായപ്പോൾ അയാളെ വിട്ടു. ഇപ്പോൾ ആ കേസ് കോൾ ഫ്രീസറിലാണ്. ഇങ്ങനെ നമുക്കറിയാവുന്ന കേസ്, നമുക്കറിഞ്ഞുകൂടാത്ത എത്രയോ കടലാസുകൾ ഡെമോക്രസീസിൻ്റെ വാള് പോലെ BJP പലയിടത്തായി, കേന്ദ്ര സർക്കാർ പലയിടത്തായി തൂക്കി ഇട്ടിട്ടുണ്ട്. ആ വാളുകളെ കൂടി മറികടന്നിട്ട് വേണം സഭാ നേതൃത്വത്തിനും സഭാപിതാക്കന്മാർക്കും ഈ കാര്യത്തിൽ ശക്തമായ നിലപാടെടുക്കാൻ. ചരിത്രം നിങ്ങളെ നോക്കി നിൽക്കുകയാണ്. ഒരു നിർണായക മുഹൂർത്തമാണ്. നിങ്ങൾക്കുള്ള ഒരു വേക്കപ്പ് കോളാണ്. ഇവിടെ സമുദായത്തിന് വേണ്ടി നിലപാടെടുക്കുക എന്ന് പറഞ്ഞാൽ അത് കൂടെയുള്ള മുസ്ലിം സഹോദരനെ കൂടി ചേർത്ത് പിടിക്കേണ്ട മുഹൂർത്തമാണ്. ആ ചരിത്ര മുഹൂർത്തം നിങ്ങൾക്ക് നഷ്ടപ്പെടാതെ പോകട്ടെ. എപ്പോഴും പറയും, ഈ പരാജയത്തിന് കൊല്ലാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ സ്വപ്നങ്ങളെ ഭയം പരാജയപ്പെടുത്തും. ഭയത്തിന് കൊല്ലാൻ പറ്റാത്തതിനേക്കാൾ കൂടുതൽ സ്വപ്നങ്ങളെ സംശയം പരാജയപ്പെടുത്തും. ആ സംശയത്തിൽ നിന്ന്, ആ സംശയത്തിൻ്റെ നിഴലിൽ നിന്ന് കേരളത്തിലെ 2 ന്യൂനപക്ഷ സമുദായങ്ങളും മാറേണ്ട സമയമാണ്. അതാണ് ഈ മുഹൂർത്തം ആവശ്യപ്പെടുന്നത്. ആന്റോ അഗസ്റ്റിൻ, ന്യൂനപക്ഷം ഭയക്കണം? തീർച്ചയായിട്ടും വായിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ ദുർഗിലെ ജില്ലാ ജയിലിൽ കിടക്കുന്ന രണ്ട് 60 വയസ്സ് കഴിഞ്ഞ അമ്മമാരുണ്ടല്ലോ, അവരോട് നീതിയാണോ അനീതിയാണോ ചെയ്തതെന്ന് പറയാനുള്ള തൻ്റെ ഇടം കേരളത്തിലെ BJP നേതാക്കന്മാർക്കുണ്ടോ? ആദ്യത്തെ ചോദ്യം അതാണ്. അതില്ലാതെ വന്നിട്ട് അവിടുത്തെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് TT ആണ് പിടിച്ചകത്തിട്ട് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാനാണോ മലയാളികൾ നിൽക്കുക എന്നുള്ളതാണ്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താണെന്നറിയോ, കേരളത്തിൽ നിരവധിയായ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചിട്ടാണ് ഇന്ത്യയിലെയും കേരളത്തിലെയും ക്രിസ്ത്യാനികൾ ഈ നിലയ്ക്കെത്തിയിട്ടുള്ളത്. അവരെന്താണ് ചെയ്തിട്ടുള്ളത്? നിങ്ങൾ വലിയ രീതിയിൽ സമ്പത്ത് കുമിഞ്ഞു കൂടുന്നത് കണ്ടിട്ടുണ്ടോ? അവരെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രശ്നം എന്താണ്? അവരെ സംബന്ധിച്ചിടത്തോളം നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നത് ഓരോ അഭിപ്രായത്തിൽ പെട്ടിട്ടാണ്. അവർ ഈ ആദിവാസി മേഖലയിൽ പണിയെടുക്കുന്നു, കുഷ്ഠരോഗികളുടെ ഇടയിൽ പണിയെടുക്കുന്നു, സാധാരണക്കാരുടെ ഇടയിൽ പണിയെടുക്കുന്നു, അവർക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, അവർ സ്കൂളുകൾ തുടങ്ങുന്നു, അവർ ഹോസ്പിറ്റലുകൾ തുടങ്ങുന്നു. ഇതിലെല്ലാം ചെയ്തിട്ട് അവർ തന്നെ പണിയെടുക്കുന്നു എന്നുള്ളതാണ്. അവർ മുതലാളിയായിട്ട് എവിടെയും കണ്ടിട്ടില്ലല്ലോ. ഒരു നേഴ്സിനെയും ഒരു സിസ്റ്ററെയും നേഴ്സായി കാണുന്നവരൊന്നും മുതലാളിയായിട്ട് കണ്ടിട്ടില്ല. അവരെല്ലാം എങ്ങനെയാണ്? അവരെല്ലാം പ്രവർത്തിക്കുകയാണ്. അവർ ആതുര സേവനത്തിൽ പ്രവർത്തിക്കുകയാണ്. അവർ വിദ്യാർത്ഥിയായിട്ടും അവർ അധ്യാപകരായിട്ടും അവർ എല്ലാവരെയും കൂടെ നിന്ന് പ്രവർത്തിക്കുകയാണ്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അവരെ സംബന്ധിച്ചിടത്തോളം ഈ പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ മുന്നോക്കം കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അവർക്ക് അവരുടെ മുമ്പിൽ ഹിന്ദു എന്നില്ല, അവരുടെ മുന്നിൽ ക്രിസ്ത്യാനി എന്നില്ല, അവരുടെ മുമ്പിൽ മുസ്ലിം എന്നില്ല, അവരുടെ മുന്നിൽ പാഴ്സി എന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം എവിടെയാണോ പിന്നോക്കം വിഭാഗം നിൽക്കുന്നത് അവരെ പോയി പ്രവർത്തിക്കും. ഈ വയനാടിൻ്റെയും ഇടുക്കിയുടെയൊക്കെ മലയോര മേഖലകളിൽ വിദ്യാഭ്യാസം കിട്ടിയത് എങ്ങനെയാണ്? പണ്ട് കാലങ്ങളിൽ ഇതുപോലെ കുടിയേറി അവിടെ ആദിവാസികൾ മാത്രം ഉണ്ടായിരുന്ന സ്ഥലമാണ്. അവിടെ കുടിയേറ്റ ക്രിസ്ത്യാനികൾ എന്നാണ് ഇപ്പോഴും പറയുക. എങ്ങനെയാണ് കുടിയേറ്റ ക്രിസ്ത്യാനികൾ ഈ മലയോര മേഖലയിൽ വരിക? അവിടെ ചെന്നിട്ട് അവർ ആ ഏരിയയിൽ ചെന്നിട്ട് ആ ഏരിയയെ ഡെവലപ്പ് ചെയ്യുകയാണ്. അതോടുകൂടി എന്താണ് ചെയ്യുന്നത്? അവിടുത്തെ ആദിവാസികളെല്ലാം അല്ലെങ്കിൽ പിന്നോക്കം പോകാതെ നിൽക്കുന്നവരെല്ലാം മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. അവർക്ക് അവിടെ പഠിക്കാൻ സ്കൂളുകൾ വരുന്നു, അവിടെ പഠിക്കുന്നു, അതിൽ നിന്ന് വിദ്യാഭ്യാസം നേടുന്നു എന്നുള്ളതാണ്. അങ്ങനെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടത്തുകയാണ്. ഇപ്പോൾ നിങ്ങൾ ആഫ്രിക്കയുടെ പല ഭാഗങ്ങളിൽ ചെന്ന് നോക്കിയുള്ളൂ, അവിടെ എല്ലാം പണിയെടുക്കുന്നത് ക്രിസ്ത്യാനികളാണ്. അപ്പോൾ ഞാൻ എന്നാളെ പറയായിരുന്നു, ഞാനൊരു ഘാനയിൽ പോയിരുന്നു. ഘാനയിൽ പോയപ്പോൾ അവിടെ ഒരു കാടാണ്. ആ കാടിൻ്റെ അകത്തൊരു ചെറിയ പള്ളി വെച്ചിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പം അതൊരു പത്തനംതിട്ടക്കാരൻ അച്ഛനാണ്. ഞാൻ അവിടെ ചെന്ന് അന്വേഷിക്കുമ്പോൾ ആ പത്തനംതിട്ടക്കാരൻ അച്ഛനോട് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് അദ്ദേഹം കേരളത്തെക്കുറിച്ച് അവിടെ എന്താ നടക്കുന്നതെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം ജീവിതം അതിനോട് ഒഴിഞ്ഞു വെച്ചേക്കാണ്. അവിടുത്തെ ആദിവാസികൾക്ക് വേണ്ടിയിട്ടും അവിടുത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഈ 60 വയസ്സായ അമ്മമാർ എന്തിനാണ് ജയിലിൽ പോയി കിടക്കുന്നത്? അവർക്ക് ഇവിടെ സുഖമായിട്ട് ഈ അങ്കമാലിയിൽ വീടുണ്ടല്ലോ, അവരുടെ സഹോദരങ്ങളൊക്കെ ഇവിടെ താമസിക്കുന്നുള്ളൂ, അവിടെ ലാവിഷായിട്ട് ജീവിച്ചുകൂടെ? എന്തിനും ബുദ്ധിമുട്ടുണ്ടാവുമോ? ഈ പെടുന്ന അടിയും കൊണ്ട് ഛത്തീസ്ഗഡിൽ പോയി അടി കൊള്ളേണ്ട കാര്യമുണ്ടോ? എന്താണ് പച്ചരഗന്ധകളൊക്കെ ആ സ്ത്രീയൊക്കെ അടിക്കാൻ ചെല്ലുകയാണ്. പ്രായത്തിന് ബഹുമാനം കൊടുക്കാൻ പ്രാപ്തിയില്ലാത്ത BJP-ക്കാരാണോ ഇത് ചെയ്യാൻ പോകുന്നത്? ഒരു പ്രായമായവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ്. മാധ്യമങ്ങളെ കണ്ടാൽ പുച്ഛം. എന്നാൽ മാധ്യമങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കളിയാക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് നിങ്ങൾക്ക് വേണ്ടിയാ ഞങ്ങൾക്ക് വേണ്ടിയാ മാധ്യമം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വായിൽ പറയുകയാണ്. എന്നിട്ട് ഓരോ അർത്ഥത്തിൽ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചോദ്യത്തിന് മറുപടിയില്ല. നമ്മൾ എന്തിനാണെന്നേ ഒരു രാഷ്ട്രീയ നേതൃത്വം തിരഞ്ഞെടുക്കുന്നത്? രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സംവിധാനമാണ്. അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്ത് കേന്ദ്രമന്ത്രിയും MPയും MLA ആയും അവിടെ ഇരുത്തുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ഇരുത്തുന്നത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. കേരളത്തിൽ ഒറ്റക്കെട്ടായിട്ട് വിഷുവുരുവായി നിന്നുകൊണ്ട് എങ്ങനെ പറയുകയാണ്, അത് ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടാണെന്ന് വാങ്ങാൻ ധാരാളം സംവിധാനത്തിൽ പറഞ്ഞാൽ പോരല്ലോ. പറയുന്ന സമയങ്ങളിലൊക്കെ എന്താണ് പറയുന്ന സമയങ്ങളിൽ ഒറ്റക്കെട്ടാണോ എന്ന് ചിന്തിക്കണം.
കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ഭിന്നിപ്പ് നടത്തുന്നുണ്ടോ ചിന്തിക്കണം. ഭിന്നിപ്പിച്ച് ഭരിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ന്യൂനപക്ഷങ്ങളെ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ അടിച്ചെടുക്കുക. എന്നിട്ടാണല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത്, ജോസഫ് മാഷിൻ്റെ കാര്യം പറയുന്നത് അതുകൊണ്ടാണല്ലോ. മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ അടുപ്പിച്ചിട്ട് അതിൽ നിന്ന് ഈ എന്താണ് ക്ഷീരമുള്ളവർ അവിടെയും ചൂട്ടിലും കൊതുവിന് ചോര തന്നെ കൗതുകം എന്ന് പറഞ്ഞ പോലെയാണ്. അവിടെ അതിൽ നിന്ന് എന്തെങ്കിലും ചോര 2% ക്രിസ്ത്യാനികളെ പേടിക്കാന്നേ, 2% ക്രിസ്ത്യാനികളെ പേടിക്കുകയാണ്. എന്നിട്ട് എന്തിനാണ് അവർക്കെതിരെ മതപരിവർത്തനം നടത്തിയിട്ട് വലിയ മാറ്റം ഉണ്ടാക്കുന്നുള്ളത്? എവിടെയാണ് മതപരിവർത്തനം നടത്തുന്നത്? ഏത് രീതിയിലാണ് മതപരിവർത്തനം നടത്തുന്നത്? നേരത്തെ ചർച്ചയിൽ ഒരാൾ പറയുന്നത് കേട്ടു, എന്താണ് നിങ്ങൾ മുസ്ലിങ്ങളുടെ വീട്ടിൽ പോയി പരിവർത്തനം നടത്തണം. മുസ്ലിങ്ങളുടെ വീട്ടിൽ ഇതുപോലത്തെ കഷ്ടതയില്ലാന്ന്. കഷ്ടതയുള്ളത് ഈ പിന്നോക്ക ആദിവാസി വിഭാഗങ്ങളിലാണ്. അവിടെ ചെന്നിട്ടാണ് ഈ മതപരിവർത്തനം നടത്തുന്നത്. അവിടെ ചെന്ന് പരിവർത്തനം അല്ല നടത്തുന്നത്. അവർക്ക് അരി മേടിച്ചു കൊടുക്കും, അവർക്ക് ഭക്ഷണം മേടിച്ചു, അവർ സ്കൂൾ കണ്ടിട്ടില്ല, അവരൊരു വാഹനത്തിൽ കയറിയിട്ടില്ല, ഒരു സിനിമ തിയേറ്ററില്ല. ഈ പറയുന്ന പല മണ്ഡലങ്ങളും സിനിമ തിയേറ്റർ ഇല്ല എന്നുള്ളതാണ്. ഒരു സംസ്ഥാനത്ത് ഒരു സിനിമ തിയേറ്ററുള്ള സംസ്ഥാനമുണ്ടോ? കേരളത്തിൽ ചിന്തിക്കാൻ പറ്റുമോ? 570 മൾട്ടിപ്ലക്സും 300 സിനിമ തിയേറ്ററുള്ള സംസ്ഥാനമാണ് കേരളം. അവിടെ ഒരു സംസ്ഥാനത്തെ ഒരു മൾട്ടിപ്ലക്സാണ്. ഞാൻ ഈ ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ മണ്ഡലത്തിൽ പോയി നോക്കിയപ്പോൾ എന്താ അറിയോ, ആ മണ്ഡലത്തിൽ ആകെ ഒരു സിനിമ തിയേറ്ററേ ഉള്ളൂ. അതാണ് അവിടുത്തെ അവസ്ഥ എന്ന് പറയും. ഞാൻ പറഞ്ഞത് എൻ്റർടൈൻമെൻറ്റ് കാര്യത്തിലാണ് ഒരു സിനിമ തിയേറ്റർ. അവിടുത്തെ സ്കൂളുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു മണ്ഡലത്തിലൊരു സ്കൂളേ ഉള്ളൂ. അവിടെ എങ്ങനെയാണ് പഠിപ്പിക്കുക? അവിടെ ചെന്നത് ഒരു ടീച്ചർ അവിടെ ചെന്നിട്ട്, ഒരു നേഴ്സ്, ഒരു സിസ്റ്റർ അവിടെ ചെന്നെന്താ ചെയ്യുന്നത്? ആ നാട്ടിലുള്ള കുട്ടികളെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് പഠിക്കാൻ സംവിധാനമുണ്ടോ? ഒരു ബുക്ക് കൊടുക്കും, ഒരു പേന കൊടുക്കും, ഒരു പേപ്പർ കൊടുക്കും. ഇതാണ് പേന, ഇതാണ് പേപ്പർ, ഇതാണ് ബുക്ക് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഗതികേടിലാണ് അവിടുത്തെ വിദ്യാർത്ഥികളുള്ളത്. ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇവരിങ്ങനെ നശിച്ച് കിടക്കണം. ഇവരോട് പറയുമ്പോൾ ഇവിടെ കുത്താൻ പറയുമ്പോൾ വോട്ടിംഗ് മെഷീനാണല്ലോ. ഇപ്പോൾ പേപ്പർ നോക്കേണ്ട കാര്യമില്ലല്ലോ. അവർ പറഞ്ഞു 2ാമത്തെ ബട്ടണിൽ കുത്തിക്കോളാൻ പറഞ്ഞു വിടും. 2ാമത്തെ ബട്ടനാണ് നമ്മൾ 2ാമത്തെ ബട്ടണിൽ കുത്തി. 1ാമത്തെ കുട്ടികൾ അത് ആരാണ്? അത് ക്രിസ്ത്യാനിയാണ്. 3ാമത്തെ ബട്ടണിൽ മുസ്ലിമാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? 2ാമത്തെ ബട്ടണിൽ കുത്തിക്കും. അപ്പോൾ 2ാമത്തെ ബട്ടണിൽ കുത്തി നമ്മൾ ജയിച്ചു. ഇങ്ങനെയൊരു ജനതേന വേണം. അങ്ങനെ ഒരു ജനതേന ഉണ്ടാക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുകയാണ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്താ പറയുന്നത്? അയ്യോ ഛത്തീസ്ഗഡിലെ പാവം കന്യാസ്ത്രീകൾ ദുരിതം അനുഭവിക്കുകയാണ്, അവർക്ക് എന്തെങ്കിലും ഇനി ബുദ്ധിമുട്ടുണ്ടായാൽ നിങ്ങൾ ഇവിടെ പ്രശ്നം ഉണ്ടാക്കരുത്. അത് ഇനി അപ്പം എന്താ ഈ ചന്ദ്രശേഖർ നമ്മുടെ BJP പ്രസിഡന്റ് പറയുന്നറിയോ? ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾ ദുരിതം അനുഭവിക്കുകയാണെന്ന് അറിയാം. അവർക്ക് അറിയില്ലേ? അവിടെ എന്താണ് അവർ വലിയ പ്രശ്നങ്ങൾ നേരിടുന്നതെന്ന് അറിയാം. ഇത് ഇന്നലെയാണോ അറിഞ്ഞത്? മിനിഞ്ഞാന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനമാണേ. അവിടെ കോൺഗ്രസ് ഭരിക്കുന്ന, അവിടെ BJP അല്ല, CPM ഭരിക്കുന്ന സംസ്ഥാനമല്ല, BJP ഭരിക്കുന്ന സംസ്ഥാനമാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനത്തിൽ പണ്ടൊരു പ്രാവശ്യം നമ്മുടെ പ്രധാനമന്ത്രി പാലക്കാട് വന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? എന്താ പറഞ്ഞത് ഒരു പ്രസംഗത്തിൽ? ആഫ്രിക്കയിൽ സൊമാലിയ പട്ടിണി കേട്ടിട്ടില്ലേ? വാർത്തയുണ്ടല്ലോ. ഇപ്പം എന്താ ഓർമ്മ വരാത്തെ? അവിടുത്തെ ജനങ്ങൾ പട്ടിണിയിലാണ്. അവിടുത്തെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസമില്ല. അത് ആര് ചെയ്യണം? 2% ന്യൂനപക്ഷം ചെയ്യണം. 98% ബാക്കിയുള്ളവർക്ക് നേരമില്ല. 2% ന്യൂനപക്ഷം ചെയ്യണം. 2% ന്യൂനപക്ഷത്തിലുള്ള മതപുരോഹിതന്മാർ പോയി ചെയ്യുന്നു. അവർ സ്വയം സമർപ്പിച്ചവർ പോയി ചെയ്യണം. ഇത് അവിടെ ചെയ്യാൻ ആളില്ല എന്നുള്ളതാണ്. അവിടെ സ്കൂളുകളില്ല, അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല, അവിടെ ആശുപത്രികളില്ല, അവിടെ കുഷ്ഠരോഗം ഉണ്ടാകുന്നു. എങ്ങനെയാണ് കേരളത്തിൽ കുഷ്ഠരോഗിയുള്ളവർ എത്ര പേരുണ്ട്? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഒരാളെ കാണിച്ചു തരാൻ പറ്റുമോ കേരളത്തിൽ കുഷ്ഠരോഗം പിടിച്ച ആൾക്കാരെ? നിങ്ങളുടെ നടന്നു പോകുന്നത് അവിടെ ആയിരക്കണക്കിന് ആൾക്കാരെ കാണാം കുഷ്ഠരോഗമില്ലാതെ. വയറൊട്ടി എല്ലിങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങളെ കാണാം. ഡ്രസ്സില്ലാതെ കുട്ടികൾ അങ്ങാടിയിൽ കൂടെ ഓടി കിടക്കുന്ന കാണാം. തെരുവിൽ കൂടെ ഓടി കിടക്കുന്ന കാണാം. കേരളത്തിൽ കാണാൻ കഴിയുമോ ഒരു കുട്ടീനെ? കൊടുക്കണയോ? ഈ യാചിച്ച് നടക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരെ കാണാം. 10, 25, 30 വർഷം പഴക്കമുള്ള ഓട്ടോറിക്ഷ ഓടിച്ച് നടക്കുന്ന ആൾക്കാരെ കാണാം. കേരളത്തിൽ കാണാൻ പറ്റുമോ? 30 വർഷം 25 വർഷമുള്ള സൈക്കിൾ റിക്ഷ നടത്തി ജീവിക്കുന്ന ആൾക്കാരെ കാണാം. കേരളത്തിൽ കാണാൻ പറ്റുമോ? ഇതൊന്നും പറ്റുമല്ലോ. അപ്പം നമ്മളെന്താണ് ഇവരെയൊക്കെ മുന്നോക്കം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ പാവങ്ങൾ പോയി കഷ്ടപ്പെടുന്നത്. അല്ലാതെ ഈ 60 വയസ്സേ അമ്മയ്ക്ക് അവിടെ ചെന്നിട്ട് സൂചിച്ച് ജീവിച്ചുകൂടെ? അവരെ 56 വയസ്സിൽ പെൻഷൻ മേടിച്ചിട്ട് വീട്ടിൽ വന്ന് ലാവിഷായിട്ട് ജീവിച്ചുകൂടെ? അവരത് ചെയ്യുന്നില്ലല്ലോ. അവർ ഒരാളെയെങ്കിലും കിട്ടിയാൽ അതാരാണ്? 18 വയസ്സിന് താഴെയുള്ള ആൾക്കാരല്ല, 18-19 വയസ്സുള്ള ആൾക്കാരാണ്. അവരെ സംബന്ധിച്ച് അവർ ഇന്ത്യൻ പൗരനായി അവന് സ്വതന്ത്രമായ തീരുമാനം എടുക്കാൻ വേണ്ടി സമ്മതിക്കുന്നില്ല. അതാര് തടയാണ്? അത് സർക്കാർ തടയാണ്. പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത് പുറം ലോകത്തിനറിയോ? നമ്മളോടെന്താ പറയുന്നത് അറിയോ? നമ്മൾ ഇന്ത്യയിലാണ്, ഇന്ത്യയിലൊരു സംസ്ഥാനമാണ്, കേരളം എന്ന് പറയുന്ന സംസ്ഥാനമാണ്. ഇവിടെ നമ്മളോട് പറയാം നിങ്ങളൊന്നും മിണ്ടി അവർക്ക് ബുദ്ധിമുട്ടാവും. എന്തു പറയുക? വേറൊരു രാജ്യത്തോട് പറയല്ല. നമ്മുടെ രാജ്യത്തെ ഒരു സംസ്ഥാനം വേറൊരു സംസ്ഥാനത്തെ നേതാവിനോട് ഭരിക്കുന്ന നേതാവിനോട് പറയുകയാണ്, അയ്യോ നിങ്ങൾ മിണ്ടിയാൽ അവരെല്ലാം കൂടെ തല്ലിക്കൊന്നു കളയും എന്ന് പറയുകയാണ്.
അതല്ലേ ഈ രാജ്യത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇതാരോട് പറയാനാണ്? ഇതാരോടാ? ഇവിടുത്തെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ വേണ്ടി ഇവിടുത്തെ സർക്കാരിനും ഇവിടുത്തെ മേലദക്ഷിണന്മാരും പറ്റിയില്ലുണ്ടല്ലോ. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ തൊഴുതു നിന്നോ? ഞാൻ ഇന്ന് പറഞ്ഞത് 8 മണിക്ക് രാജീവ് ചന്ദ്രശേഖർ അങ്ങോട്ട് വരാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ പറയേണ്ടത് എന്താണ്? നിങ്ങൾ ആദ്യം ആ കന്യാസ്ത്രീകളെ ഇറക്കിയിട്ട് വരൂ, എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ള ആർജവം കാണിക്കണം. അതല്ലേ ആർജവം എന്ന് പറയുന്നത്. അതിനുശേഷം വരട്ടേനെ, എന്നിട്ട് ഇവർ വിശദീകരിക്കട്ടെ ഇത് ഇന്ന കാര്യങ്ങൾ കൊണ്ട് സംഭവിച്ചതാണ്, ഇന്നതാണ് അവിടുത്തെ പ്രശ്നങ്ങൾ, നിങ്ങൾ ഇന്ന സ്ഥലത്ത് പോകരുത്, ഇന്ന സ്ഥലത്ത് പ്രശ്നങ്ങളുണ്ട് എന്ന് പറയണ്ടേ? അതല്ലേ ആദ്യം എന്താണ്? നിരപരാധിയാണെന്ന് BJP പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, നിരപരാധിയാണ്, ഇവരൊരു തെറ്റും ചെയ്തിട്ടില്ല, ഇവർ പാവങ്ങളാണ്, ഇവർ പാവങ്ങൾക്ക് വേണ്ടി സഹായിക്കാൻ ഇറങ്ങിയവരാണ്, ഇവരെയാണ് ജയിലിൽ പിടിച്ചിട്ടത് എന്ന് പറഞ്ഞ BJP നേതാക്കന്മാർ പറഞ്ഞ ആൾക്കാരെ ഇറക്കിയിട്ട് വാ, എന്നിട്ട് പറയാം നമുക്ക് ഒന്നിരുന്ന് ചായ കുടിക്കാം, എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം, വിഷയങ്ങൾ പറഞ്ഞു തീർക്കാം എന്നല്ല പറയേണ്ടത്. അല്ലാതെ നിങ്ങളുടെ CSR ഫണ്ട് ബ്ലോക്ക് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ ED വിടും, ഇൻകം ടാക്സിന് വിടും. ഇൻകം ടാക്സ് ED വിട്ടാൽ മാക്സിമം ഇടാൻ പറ്റിയ സ്ഥലമല്ല, ജയിലല്ലേ? അതല്ലേ മാക്സിമം ഇടാൻ പറ്റുക? തൂക്കിക്കൊല്ലാൻ പറ്റുമല്ലോ ED ഇൻകം ടാക്സ് പിടിച്ച്. അത് തൻ്റെ അടുത്തോടെ നേരിടാൻ വേണ്ടി ഇവിടുത്തെ അച്ഛന്മാർക്കും ഇവിടുത്തെ കന്യാസ്ത്രീകൾക്കും മേലധ്യക്ഷന്മാർക്കും ഇവിടുത്തെ മത പണ്ഡിതന്മാർക്കും പറ്റണം. അത് എന്നെ പിടിച്ച് ജയിലിട്ടോളൂ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ളിടത്തോളം കാലം നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത്? എന്തിനാണ് പേടിക്കുന്നത്? അപ്പോൾ ആ രീതിയിൽ പറയുക. അല്ലാതെ കേരളത്തിലെ ജോർജ് കുര്യൻ പറഞ്ഞ പോലെ കേരളത്തിലെ മാധ്യമങ്ങളെ മുഴുവൻ കുറ്റം പറഞ്ഞ കാര്യമില്ല, മുതലാളിമാരെ കുറ്റം പറയുകയാണ്. എന്ത് കാര്യം? അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ കയ്യിലേക്കൊക്കെ ഇഷ്ടംപോലെ പൈസ ഉണ്ടല്ലോ, എല്ലാ ചാനലും മേടിച്ച് വെക്കാൻ പറയാം. എന്നിട്ട് പ്രസിഡന്റ് തന്നെ മുതലാളി, അപ്പോൾ ഇവിടുന്ന് മന്ത്രി വിളിച്ച് പറയാം മുതലാളിനോട് നിങ്ങളെല്ലാം നോക്കിക്കോളൂ എന്ന് പറയാം. അങ്ങനെയൊന്നും കേരളത്തിലെ മാധ്യമങ്ങളായിട്ടില്ല എന്ന്. കേരളത്തിലെ മാധ്യമങ്ങളായി ചോദ്യം ചെയ്യും. നിങ്ങൾക്ക് ചിലപ്പോൾ കേന്ദ്രത്തിൽ അങ്ങനെ മാധ്യമങ്ങളെ കാണാൻ പറ്റുമായിരിക്കും, പക്ഷേ കേരളത്തിൽ അങ്ങനെ കാണാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒറ്റ കാര്യം പറയാം, അമ്മമാരെ ജയിലിൽ നിന്ന് ഇറക്കി വന്നിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, കേൾക്കാൻ തയ്യാറാണ്, പക്ഷേ അവിടെ ഇട്ടുകൊണ്ട് നിങ്ങൾ ഈ ന്യായം പറയുന്നത് ശരിയില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സുജയ, ന്യൂനപക്ഷം ഭയക്കേണ്ട കാര്യമില്ല, പക്ഷേ ഛത്തീസ്ഗഡിൽ യഥാർത്ഥത്തിൽ നമ്മൾ ഭയക്കേണ്ട ഒരു വിഭാഗമുണ്ട്. അവരെ ഒന്ന് പറഞ്ഞു പോകാതെ പറ്റില്ല. കാരണം കേരളത്തിൽ നിന്നുള്ള UDF MPമാർ, ഇടത് MPമാർ ഒക്കെ ഛത്തീസ്ഗഡിലെത്തുന്നു, ദുർഗിലെ ജയിലിലെത്തുന്നു. നമ്മുടെ പ്രതിനിധികൾ തത്സമയം വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെയൊക്കെ അപ്പോൾ തെരഞ്ഞ ഒരാളുണ്ട്, ദീപക് ബൈജ്. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, ഛത്തീസ്ഗഡിലെ കോൺഗ്രസിൻ്റെ PCC അധ്യക്ഷനാണ്. PCC അധ്യക്ഷൻ ദീപക് ബൈജ് ഈ സമയം എന്ത് ചെയ്യുകയാണ്? അതുകൂടി നമ്മൾ അറിയണമല്ലോ. ദീപക് ബൈജിൻ്റെ വാർത്താ സമ്മേളനങ്ങളോ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളോ എന്തൊക്കെയുണ്ട് എന്നതറിയാൻ വേണ്ടി ഞാൻ ഹിന്ദി ചാനലുകൾ, ഛത്തീസ്ഗഡിൽ നിന്നുള്ള പ്രാദേശിക മാധ്യമങ്ങൾ അതെല്ലാം എടുത്ത് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ പരതി നോക്കി. 2 ദിവസം മുൻപുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം കിടപ്പുണ്ട്. അത് എന്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം. അദ്ദേഹം പറഞ്ഞത് മദ്യ അഴിമതി കേസിൽ മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗലിൻ്റെ മകനെ ഈ കഴിഞ്ഞ 18-ാം തീയതി, കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് ജൂലൈ 25-നാണ്. ജൂലൈ 18-ന് ഭൂപേഷ് ബാഗലിൻ്റെ, അതായത് കോൺഗ്രസിൻ്റെ മുൻ മുഖ്യമന്ത്രിയുടെ മകനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ മകൻ്റെ പേര് ചൈതന്യ ബാഗേൽ എന്നാണ്. ആ ചൈതന്യ ബാഗേലിനെയും ഇതേ സെൻട്രൽ ജയിലിൽ തന്നെ പാർപ്പിച്ചിട്ടുണ്ട്. ആ ചൈതന്യ ബാഗേലിനെയും കൂടെയുള്ള കവാസി ലഖ്മയെയും, ഈ മദ്യ അഴിമതി കേസിലെ പ്രധാനി കവാസി ലഖ്മ, ചൈതന്യ ബാഗേൽ, ഈ 2 പേരെയും സന്ദർശിക്കുന്നതിനായി ജയിലിലേക്ക് മിനിഞ്ഞാന്ന് പോവുകയാണ്. സെൻട്രൽ ജയിലിലേക്ക് പോയി മിനിഞ്ഞാന്ന് ഇവരെ കാണുകയാണ്. അതിനുശേഷം ഈ കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ നമ്മുടെ ഇവിടെ നിന്നുള്ള നേതാക്കളൊക്കെ അവിടെ എത്തി നിൽക്കുമ്പോഴാണ് ഇത് എന്നതുകൂടി നമ്മൾ ഓർക്കണം. അപ്പോൾ ദീപക് ബൈജ് കാണിക്കുന്നത് എത്ര നിരുത്തരവാദപരമായ സമീപനമാണ് എന്നതുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ നിന്ന് കേരളത്തിൽ നിന്നുള്ള നമ്മുടെ ഇടത് MPമാർ, അതുപോലെ തന്നെ ദേശീയ തലത്തിൽ ബൃന്ദാക്കാരാട്ട് അടക്കമുള്ളവർ, അവരെല്ലാവരും അവിടേക്ക് വന്ന് ഇവരുടെ മോചനത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടെ മുൻകൈ എടുത്തുകൊണ്ട് BJP സർക്കാർ കാണിക്കുന്നത് ശരിയല്ല. വിഷ്ണുദേവ് സായിയെ ഏറ്റവും നിശ്ചിതമായി വിമർശിക്കേണ്ട ആളാരാണ്? അത് കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ സണ്ണി ജോസഫ് MLA ചെയ്യില്ലേ? കൃത്യമായി ചെയ്യുമല്ലോ. പിണറായി വിജയൻ സർക്കാരിനെതിരെ ശക്തമായി ഇതുപോലെയുള്ള ഒരു നായാട്ട് നടത്തിയത് എന്തിനാണ് എന്ന് സണ്ണി ജോസഫ് ആർജവത്തോടെ ചോദിക്കുമല്ലോ. ആ ചോദ്യം അവിടെ ചോദിക്കേണ്ടത് നേരത്തെ കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനമാണ്, അല്ലാതെ കോൺഗ്രസ് അവിടെ ഇപ്പോൾ പൊട്ടിമുളച്ച് വന്നതൊന്നുമല്ല. ഇന്നലെ കുരുത്ത തകരയല്ല ഛത്തീസ്ഗഡിലെ കോൺഗ്രസ്. പക്ഷേ ദീപക് ബൈജ് ഈ വിഷയത്തിൽ ഇടപെടുന്നതേ ഇല്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത് കോൺഗ്രസ് തിരിച്ചറിയേണ്ട ഒരു കാര്യം കൂടിയാണ്. അതായത് ഈ നിർബന്ധിത മതപരിവർത്തനം എന്ന ആംഗിൾ അത് ഛത്തീസ്ഗഡിലെ PCCയും അതേപടി തന്നെ ഏറ്റെടുക്കുന്നോ എന്ന ഒരു സംശയം അവിടെ നിൽക്കുന്നുണ്ട്. കാരണം പരസ്യ പ്രതിഷേധങ്ങൾ അവിടെയില്ല, ഛത്തീസ്ഗഡിൽ നടക്കുന്നില്ല. ഛത്തീസ്ഗഡ് കോൺഗ്രസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇവിടെ നിന്ന് കോൺഗ്രസ് MPമാരും ഇടത് MPമാരും അടക്കമുള്ള നേതാക്കളൊക്കെ ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ ഇവർ കാണിക്കുന്ന ഈ ഒരു മൗനം അത് കുറ്റകരമായ ഒരു മൗനം തന്നെയാണ്. ഇവിടെ ചൈതന്യ ബാഗേലും കവാസി ലഖ്മയും അവർ 2 പേരും അറസ്റ്റിലായിരിക്കുന്ന തെളിവുകളുള്ള മദ്യ അഴിമതിയിലാണ്. കൃത്യമായി ചാർജ് ചെയ്ത് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്കും റിമാൻഡിലേക്കും ഒക്കെ പോയതാണ് മുൻ മുഖ്യമന്ത്രിയുടെ മകനടക്കം. ആ മുൻ മുഖ്യമന്ത്രിയുടെ മകന് സുഖമാണോ എന്ന് തിരക്കാൻ പോയിരിക്കുകയാണ് ദീപക് ബൈജ്. അവിടെ നടന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അതിൻ്റെ തെളിവുകളടക്കം, വീഡിയോ ഫുട്ടേജ് അടക്കമുണ്ട്. അവിടെ പോകുന്നു. അപ്പോൾ ഭൂപേഷ് ബാഗേൽ, മുൻ മുഖ്യമന്ത്രി, അതോടൊപ്പം തന്നെ PCC അധ്യക്ഷൻ ദീപക് ബൈജ്, ഇവർക്കൊക്കെ ധൃതരാഷ്ട്രയെ പോലെ ഭൂപേഷ് ബാഗലിന് മകനോടുള്ള സ്നേഹമാണെന്ന് നമുക്ക് വയ്ക്കാം. പക്ഷേ PCC അധ്യക്ഷനോ ഇത്ര വലിയൊരു വിഷയമുണ്ടായി. അത് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയായ ആലപ്പുഴയിൽപ്പെട്ട ചേർത്തലയിൽ ആസ്ഥാനമായിട്ടുള്ള കോൺഗ്രിഗേഷനിലെ സിസ്റ്റേഴ്സാണ്. ആ വിഷയം ലോക്സഭയിൽ ഉന്നയിക്കുന്നു. ലോക്സഭയിൽ ദുർഗിലെ MP വന്നിട്ട് അതിന്
അതിനെ കണ്ടസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതേ ദുർഗ് മണ്ഡലത്തിൽ പോയി പ്രതിഷേധിക്കേണ്ടത് ആരാണ്? ദീപക് ബൈജല്ലേ. ദീപക് ബൈജ് ഒരക്ഷരം മിണ്ടുന്നില്ല. ഈ വിഷയത്തിൽ അയാൾ നടത്തിയിട്ടുള്ള ഏക പരാമർശം എന്താണെന്ന് കൂടി നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ അത് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാകും. അയാൾ പറഞ്ഞത് എന്താണെന്നറിയോ? മതപരിവർത്തനം സംബന്ധിച്ച് കുറച്ചുകൂടി സമഗ്രമായ ഒരു നിയമം കൊണ്ടുവരണം. സൗണ്ട് ബൈറ്റ് 2 ദിവസം മുൻപുള്ളതാണ്, പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. ദീപക് ബൈജ് എന്ന കോൺഗ്രസിന്റെ PCC അധ്യക്ഷൻ പറഞ്ഞതാണ്. ഇത് തന്നെയല്ലേ ബജ്രംഗ് ദൾ പറയുന്നത്? ഇത് തന്നെയല്ലേ അവിടെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി പറയുന്നത്? അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ആടുകയാണ് ഛത്തീസ്ഗഡിലെ കോൺഗ്രസ്. ഇതെന്തൊരു ഇരട്ടത്താപ്പാണ്! ഇവിടെ ഒരു കേരളത്തിൽ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ഒപ്പം നിർത്തുന്നതിന് വേണ്ടി കാണിക്കുന്ന ഒരു കളി. ഛത്തീസ്ഗഡിൽ ദീപക് ബൈജ് എന്ന് പറയുന്ന അവിടെയാണല്ലോ ഈ സംഭവം ഉണ്ടായത്. നാരായൺപൂരിലെ ഈ പെൺകുട്ടികളെ അവിടെ അറിയാവുന്നത് ആർക്കാണ്? ഛത്തീസ്ഗഡ് കോൺഗ്രസിനല്ലേ. അവിടെ പോയി അവർക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ടത് ആരാണ്? അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് ആരാണ്? യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം കോടതിയിലേക്ക് ആ ബെയിൽ ആപ്ലിക്കേഷൻ പോകുമ്പോൾ CBCയുടെ ആളുകൾ വന്ന് ചെയ്യുന്നതിന് മുൻപ് തന്നെ മുൻകൈ എടുക്കേണ്ട ഒരു പാർട്ടി ഛത്തീസ്ഗഡ് കോൺഗ്രസ് അല്ലേ? കാരണം മറുഭാഗത്ത് ബജ്രംഗ് ദളും BJPയും ആണെങ്കിൽ ഛത്തീസ്ഗഡ് കോൺഗ്രസ് അവിടെ ആക്ട് ചെയ്യേണ്ടേ? ഇവിടെ നിന്ന് KC വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും ഒക്കെയാണോ ഇക്കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടത്? നമ്മൾ നമുക്ക് പാർലമെന്റിലേക്ക് വരാം. പാർലമെന്റിൽ ഇന്നലെ 0 ഓവറിൽ ഈ വിഷയം വന്നു. KC വേണുഗോപാൽ MP ആണ് ഈ വിഷയം ഉന്നയിക്കുന്നത്. ഇന്നലെ പാർലമെന്റിൽ 0 ഓവറിൽ മെൻഷൻ ചെയ്യുന്നു. അപ്പോൾ അസിസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ്, അത് സിറോ മലബാർ കോൺഗ്രിഗേഷൻ അല്ലേ ജിമ്മി ജെയിംസ്? സിറോ മലബാർ കോൺഗ്രിഗേഷൻ ആണ്. അപ്പോൾ ഈ സിറോ മലബാർ കോൺഗ്രിഗേഷനിൽപ്പെട്ട ചേർത്തല ആസ്ഥാനമായിട്ടുള്ള ഈ സംഘടനയുടെ 2 കന്യാസ്ത്രീകൾ അവർ ദീർഘകാലമായി പ്രവർത്തിക്കുന്നത് എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്. അപ്പോൾ ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് ഈ വിഷയത്തിൽ ഇടപെടേണ്ടതല്ലേ? ഇടപെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, പാർലമെന്റിലേക്ക് ഈ വിഷയം വരുമ്പോൾ ഇവിടെ കൊടിക്കുന്നിൽ സുരേഷും ഹൈബി ഈഡനും ഫ്രാൻസിസ് ജോർജും ഈ വിഷയത്തിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ വിഷയം ഇന്നലെ ഉന്നയിക്കുന്നുണ്ട്. 0 ഓവറിൽ ഈ വിഷയം വരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അമിത്ഷായെ പോയി ഈ MP-മാർ കാണുന്നത്. അതിനു മുൻപ് എന്തുകൊണ്ട് ഇവരുടെ ഭാഗത്ത് നിന്ന് ഒരു അനക്കം പോലും ഉണ്ടാകുന്നില്ല? അത് കുറ്റകരമായ മൗനമാണ്. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് ആദ്യം വന്നത്. ഇനി അമിത്ഷായെ കണ്ട കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, NIA കോടതിയിലേക്ക് പോകണം, അല്ലെങ്കിൽ NIAക്ക് ഇത് വിടണം എന്നുണ്ടെങ്കിൽ അതിന് പ്രോപ്പറായ ഒരു മെക്കാനിസം ഉണ്ട്. അതിവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. അതും ഉയർത്തേണ്ടത് ഛത്തീസ്ഗഡിൽ നിന്നല്ലേ. അതിനെതിരെ പ്രതിഷേധം ഉയരണ്ടേ? എന്തുകൊണ്ട് ഉയരുന്നില്ല? ഒരു പ്രതിഷേധ മാർച്ചോ അല്ലെങ്കിൽ ബജ്രംഗ് ദൾ അവിടെ വന്ന് കാണിക്കുന്ന ആ പ്രതിഷേധത്തിന് ഒരു മറുപടി കൊടുക്കേണ്ടത് ആരാണ്? അവിടെ ഗ്രൗണ്ടിൽ സ്വാധീനമുള്ളവരാണ്. അല്ലാതെ കേരളത്തിലെ MP-മാർക്ക് അവിടെ പോയി എത്ര പ്രതിഷേധിക്കാൻ കഴിയും? അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ നേതാക്കൾക്ക് എത്ര പോയി അവിടെ പ്രതിഷേധിക്കാൻ കഴിയും? അവിടെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു പാർട്ടിയുണ്ട്. ആ പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ്. ട്രൈബൽസിൽ സ്വാധീനമുണ്ട് കോൺഗ്രസിന്. എന്നിട്ട് എന്തുകൊണ്ടാണ് ദുർഗിലും നാരായൺപൂരിലും സ്വാധീനമുള്ള കോൺഗ്രസ് അനങ്ങാത്തത്? അത് കുറ്റകരമായ അവസ്ഥയാണ്. മനുഷ്യക്കടത്തുണ്ടെങ്കിൽ ഭൂപേഷ് ബാഗൽ ഇന്ന് ജയിലിൽ പോയി. പ്രിയങ്ക പറഞ്ഞതിന് ശേഷം പോയി. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ പക്ഷേ ഭൂപേഷ് ബാഗലിന്റെ മകനെ കാണാനായി അതിനു മുൻപ് തന്നെ ആവേശത്തോടെ PCC അധ്യക്ഷൻ പോയി. ഫൂട്ടേജ് അടക്കമുണ്ട്. പ്രിയങ്ക ഗാന്ധിയും, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, പാർലമെന്റിൽ ഇന്നലെ KC വേണുഗോപാൽ ഇത് മെൻഷൻ ചെയ്ത് ആ വിഷയം 0 ഓവറിൽ വന്നതിന് ശേഷം മാത്രമാണ്, അതായത് ഇവരുടെ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള നേതാക്കളടക്കം അവിടെ എത്തിയതിനു ശേഷമാണ് ഈ പറയുന്ന ഭൂപേഷ് ബാഗൽ അങ്ങോട്ടേക്ക് പോയത്. മകന്റെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ പോരാ മാഡം. ഇതാണ് മക്കൾ പാർട്ടി എന്ന് പറയുന്നത്. ചൈതന്യ ബാഗേലിന്റെ കാര്യത്തിലാണ് താല്പര്യമെന്നേ. ആ പാവപ്പെട്ട കന്യാസ്ത്രീകളുടെ കാര്യത്തിൽ എന്ത് ആത്മാർത്ഥതയാണുള്ളത് കോൺഗ്രസിന്? ഒരു ആത്മാർത്ഥതയുമില്ല. അല്ലെങ്കിൽ ഇത് നിങ്ങൾ കണ്ടസ്റ്റ് ചെയ്യാം. ഇതാണ് അവിടെ നടന്ന യാഥാർത്ഥ്യം. ഇനി അമിത്ഷായുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ കിട്ടിയ ഉറപ്പിനെ കുറിച്ച് പറയുന്നത് BJP MP-മാരല്ലോ, UDF MP-മാരും ഇടത് MP-മാരും ചേർന്ന് തന്നെയാണ് അമിത്ഷായെ കണ്ടത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കായിരുന്നു ആ യോഗം നടന്നത്. അതിനു മുൻപ് അമിത്ഷാ ഒരാളുമായി സംസാരിച്ചു. അത് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുമായാണ്. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ബജ്രംഗ് ദളിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ആശങ്ക കേരളത്തിൽ നിന്നുള്ള BJP സംസ്ഥാന അധ്യക്ഷനടക്കം അമിത്ഷായുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു, PMOയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു, പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷമാണ് ഈ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയോട് സംസാരിച്ചതിന് ശേഷം 12 മണിക്ക് ശേഷമാണ് ഈ യോഗം നടക്കുന്നത്, UDF MP-മാരുമായിട്ടുള്ള യോഗം. അതിനുശേഷം ആ MP-മാർ തന്നെ വന്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ വൈകുന്നേരം നല്ല വെടിപ്പായിട്ട്, നല്ല മലയാളത്തിൽ, ജോർജ് കുര്യന്റെ ഹിന്ദിയൊക്കെ അവിടെ നിൽക്കട്ടെ, നല്ല വെടിപ്പായിട്ട് മലയാളത്തിൽ NK പ്രേമചന്ദ്രൻ MP അടക്കമുള്ളവർ നിന്ന് വിശദീകരിച്ചല്ലോ. ആരെങ്കിലും ഒരാൾ അമിത്ഷാ ഇതിനകത്ത് നെഗറ്റീവായിട്ടുള്ള ഒരു ടേക്ക് എടുത്തു എന്ന് പറഞ്ഞു? ആരും പറഞ്ഞിട്ടില്ല. അതിൽ അമിത്ഷാ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മനുഷ്യക്കടത്തുണ്ടെങ്കിൽ അത് അന്വേഷിക്കാൻ, മനുഷ്യക്കടത്താണല്ലോ ഇതിലെ പ്രധാനപ്പെട്ട വിഷയം, മനുഷ്യക്കടത്തുണ്ടെങ്കിൽ അത് അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ NIA സമീപിക്കണം. അപ്പോൾ കേസെടുക്കാൻ NIA ഡയറക്ടർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അനുമതി തേടണം. ഇതൊന്നും ഇതിൽ നടന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് NIA കോടതിയിലേക്ക് സെഷൻസ് കോടതി വിടുക? നേരിട്ട് വിടുന്നു. ആഭ്യന്തരമന്ത്രിയായ എന്റെ മുന്നിൽ, ആഭ്യന്തര വകുപ്പിന്റെ മുന്നിൽ എത്താത്ത ഒരു വിഷയം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സെഷൻസ് കോടതിയുടെ നടപടി നിയമപരമല്ല എന്ന് ഈ MP-മാരുടെ സംഘത്തോട് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. കോട്ടിക്ക് അമിത്ഷാ. ഇവിടെ ഇനി മറ്റു ചില വിഷയങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇവിടെ അറസ്റ്റ്, കോടതി നടപടികൾ, ഈ കാര്യങ്ങളിലൊക്കെ വീഴ്ചയുണ്ടായിട്ടുണ്ടോ? കാരണം FIR എടുക്കുമ്പോൾ ഈ പെൺകുട്ടികളുടെ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അതോ 2 തവണ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? ഈ വിഷയങ്ങളൊക്കെ അവിടെ ചോദ്യം ചെയ്യപ്പെടണമെന്നേ. അതൊക്കെ ചോദ്യം ചെയ്യാതെ ഈ ബജ്രംഗ് ദൾ വന്നാൽ ഉടനെ പേടിച്ച് വാലും ചുരുട്ടി ഓടിപ്പോകുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എങ്കിൽ പിന്നെ ഛത്തീസ്ഗഡിൽ പ്രവർത്തനം നിർത്തുന്നേ. എന്തിനാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് ഛത്തീസ്ഗഡിൽ? അവിടെ ഭരിച്ചിരുന്ന പാർട്ടിയല്ലേ. 1968 നിങ്ങൾ അധികാരത്തിലിരിക്കുമ്പോൾ കൊണ്ടുവന്ന ഒരു നിയമമാണ്. അത് പൊളിച്ചെഴുതുന്നതിന് നിയമസഭയിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ അതിനായിട്ട് പ്രതിപക്ഷമായി നിങ്ങളാണ് മുന്നോട്ട് വരേണ്ടത്. അല്ലാതെ CPM അല്ല, ഇടതുപക്ഷം ഇവിടെ കേരളത്തിൽ നിന്ന് ചെന്നിട്ട് ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ എന്ത് കഷ്ടമാണ്. ബൃന്ദാക്കാരാട്ടിന്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെയാണ് നമ്മൾ പ്രധാനമായി അവിടെ ചെന്ന് വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നത്. ബൃന്ദാക്കാരാട്ട് കാണിക്കുന്ന ഒരു ആർജവം കാണിക്കാൻ ഭൂപേഷ് ബാഗലിന് കഴിയില്ലെങ്കിൽ പിന്നെ ഈ പണി നിർത്തിയിട്ട് പോകുന്നതാണ് നല്ലത്. ഇവിടെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ
ഘട്ടത്തിൽ അന്ന് എന്താണ് സംഭവിച്ചത് എന്ന് സംബന്ധിച്ച് ഇപ്പോൾ ഈ ഷെൽട്ടർ ഹോമിൽ നിന്ന് ഈ പെൺകുട്ടി നാരായൺപൂരിലെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് ഡയറക്റ്റ് ഈ കന്യാസ്ത്രീകൾക്കൊപ്പം പ്രീതി മേരിക്കും വന്ദന ഫ്രാൻസിസിനും ഒപ്പമുള്ള സുക്മാൻ മാണ്ഡവിയുമായി ഡയറക്റ്റ് കണക്ഷനുള്ള പെൺകുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് അത് ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അവരുടെ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് അവർ പറയുന്നത്, ഞാൻ പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴിയും ഇതാണെന്ന് പറയുന്നു. ഇതൊക്കെ നമുക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവർക്ക് ജാമ്യം നേടിക്കൊടുക്കാൻ കഴിയുന്ന സാഹചര്യമാണ്. അത് ഉപയോഗപ്പെടുത്തുന്നില്ല. അത് ആരാണ് ഇതിനൊക്കെ ഇങ്ങനെ ഒരു വലിയ വിഘാതമായി നിൽക്കുന്നത് എന്നതാണ് അറിയേണ്ടത്. അപ്പോൾ ആ കുട്ടി പറഞ്ഞത്, മാണ്ഡവിയാണ് എന്നെ കോൺടാക്ട് ചെയ്തത്. മാണ്ഡവി പറയുന്നു, 10ാം ക്ലാസ് വരെ പഠിച്ച് നിനക്ക് നല്ല ജോലി വാങ്ങിത്തരാം. നല്ല ജോലിയാണോ എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. കാരണം 10,000 രൂപയാണ് ആ കുട്ടിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് 10,000 രൂപ നമ്മൾ എത്രമാത്രം അത് ഉപയോഗപ്പെടും എന്നതുകൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. കാരണം ഈ കുട്ടി ആഗ്രയിൽ പോയി ജോലി ചെയ്യണം, അതിൻ്റെ കയ്യിൽ കിട്ടുക 10,000 രൂപയാണ്. വീട്ടിൽ 4 മക്കളുണ്ട്, വീട്ടിൽ പട്ടിണിയാണ്. 250 രൂപയെങ്കിലും ഒരു ദിവസം കിട്ടിയാൽ അത് വെച്ചിട്ടാണ് ജീവിക്കുന്നതെന്നൊക്കെയാണ് ഈ പെൺകുട്ടികളിൽ ഒരാൾ പറയുന്നത്. അപ്പോൾ 10,000 രൂപ കൊടുക്കും. ആഗ്രയിലെ ആശുപത്രിയിൽ പോയിട്ട് അവിടെ രോഗി പരിചരണത്തിന്, അതോടൊപ്പം തന്നെ രോഗി പരിചരണവും പാചകവുമാണ്. അല്ലാതെ ഇവരുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഉയർത്താനൊന്നും ഉള്ള പഠിപ്പിക്കലൊന്നും അല്ല അവിടെ ഈ സിസ്റ്റേഴ്സ് നടത്താൻ പോകുന്നത്. പക്ഷേ എന്തുമാകട്ടെ, അവരുടെ ദാരിദ്ര്യത്തിൽ നിന്ന് അവരെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സിസ്റ്റേഴ്സ് ശ്രമിക്കുന്നത് എന്ന് വെക്കുക. അപ്പോൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി വേണ്ട ഈ ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോകാൻ. ആദ്യം ജാമ്യാപേക്ഷ കൊടുത്തത് തന്നെ വക്കാലത്ത് ഒപ്പിട്ട് വാങ്ങിക്കാതെയാണ്. ആ രീതിയിലുള്ള വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെയാണ് ഞാൻ പറയുന്നത്, ഈ ഛത്തീസ്ഗഡ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇവർക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടായിട്ടില്ല. കാരണം അവരുടെ AICCയുടെ ജനറൽ സെക്രട്ടറിയുടെ മണ്ഡലത്തിൽപ്പെട്ട 2 കന്യാസ്ത്രീകളോട് ഇതാണ് അവർ കാണിക്കുന്നതെങ്കിൽ അവർക്ക് വലുത് ചൈതന്യ ബാഗേലായിരിക്കും. അപ്പോൾ ഈ വോട്ട് ബാങ്ക് പോകുമെന്നുള്ളതാണ്. ഇതിൽ നിന്ന് ഞാൻ എത്തുന്ന ഒരു കൺക്ലൂഷൻ, ഛത്തീസ്ഗഡ് കോൺഗ്രസിന് ഈ ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ അടക്കമുള്ള ആ ഒരു വോട്ട് ബാങ്ക് പോകരുത്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികളുടെ കാര്യത്തിൽ വലിയ രീതിയിൽ പോയാലും ഞങ്ങൾക്കത് വലിയ വോട്ട് ബാങ്ക് അല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഛത്തീസ്ഗഡ് കോൺഗ്രസ് ഇതിൽ മനഃപൂർവ്വമുള്ള ഈ അലംഭാവം തുടരുന്നത്. അപ്പോൾ ബജ്രംഗ് ദളും ഛത്തീസ്ഗഡ് കോൺഗ്രസും ചെയ്യുന്നത് ഒരേ കാര്യം തന്നെയാണ്. ഇനിയിപ്പോൾ ഈ 1968 മതപരിവർത്തന നിരോധന നിയമം അത് മാറ്റേണ്ടതാണെങ്കിൽ അതിന് പ്രതിപക്ഷമാണെന്നേ അക്കാര്യത്തിൽ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുൻകൈ എടുക്കേണ്ടത്. ഇവിടെ ഇവരെ റിഫോം ചെയ്യാനായിട്ട് സഹായിച്ചതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കണം. എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാകുന്നില്ല എന്നത് അവിടെ പ്രൂവ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഈ വിഷയത്തിൽ കൃത്യമായിട്ട് ഇവർക്ക് ജാമ്യം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതോടൊപ്പം തന്നെ മിഷണറി പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഛത്തീസ്ഗഡിലെ മേഖലകളിലൊക്കെ നടത്തുന്ന പോലെ ന്യൂനപക്ഷമാണല്ലോ നമ്മുടെ വിഷയം. ന്യൂനപക്ഷം ഭയക്കണമെന്നല്ലേ. അപ്പോൾ എല്ലാ ന്യൂനപക്ഷ മേഖലകളിലൊക്കെ ഈ മിഷണറി പ്രവർത്തനങ്ങൾ നടക്കണം. ഹിന്ദു ഭൂരിപക്ഷ മേഖലകളിൽ, അതുപോലെ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിലൊക്കെ ഈ മിഷണറി പ്രവർത്തനങ്ങൾ നടക്കണം. എല്ലാവരും ഒന്ന് നന്നായി വരണ്ടേ. കാരണം എല്ലായിടങ്ങളിലും നല്ല രീതിയിലുള്ള ഒരു പുരോഗമനമൊക്കെ ഉണ്ടാകണം. അങ്ങനെയുള്ള 2 കന്യാസ്ത്രീകള് 7 ദിവസമായിട്ട് 53 കുറ്റവാളികൾക്കൊപ്പം ജയിലിൽ കിടക്കുകയാണ്. നന്നാക്കുകയാണ്. കന്യാസ്ത്രീകളെ നന്നാക്കുന്നതല്ല. ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന്റെ കാര്യം ഞാൻ പറഞ്ഞാൽ താങ്കൾക്ക് വിയോജിപ്പൊന്നുമില്ല. എനിക്ക് വിയോജിപ്പുണ്ട്. എന്താണ് ഞാൻ വിയോജിപ്പ് പറയാം. കേരളത്തിൽ നിന്ന് ലൂർദ് മാതാ പള്ളിയിൽ 6 ഗ്രാം സ്വർണം പൂശി ഒരു ചെമ്പ് കിരീടം കൊടുത്തൊരു മനുഷ്യനുണ്ട്. ഛത്തീസ്ഗഡ് കോൺഗ്രസ് ക്രിസ്ത്യൻ വോട്ട് ബാങ്കുള്ള ഒരു മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു ഒരു MP ഉണ്ടായിരുന്നല്ലോ. എന്തെങ്കിലും മൊഴിഞ്ഞായിരുന്നോ? കുറച്ചുകൂടി സഭ്യമായ വാക്കുകൾ. എന്താ മൊഴിയുക എന്ന് പറയുന്നത്? തൃശ്ശൂരിലെ ജനങ്ങൾ മൊഴിയുക എന്ന് പറഞ്ഞാൽ പറഞ്ഞായിരുന്നോ? പറയൂ. താങ്കൾ അങ്ങ് ഛത്തീസ്ഗഡിലെ PCC അധ്യക്ഷൻ എടുത്ത് പോയല്ലോ. ഇവിടെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു മന്ത്രി ഇടപെട്ടോ? കേരളത്തിൽ നിന്ന് പോയൊരു മന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടോ? മറ്റൊരു മന്ത്രി വന്നിട്ട് എനിക്ക് ഹിന്ദി അറിയില്ല എന്ന് പറഞ്ഞ് മെഴുകിപ്പോയത് കണ്ടതല്ലേ? ഡോക്ടർ ജ്യോതി ശർമ്മയ്ക്കെതിരെ അറസ്റ്റ് വാറണ്ട് എത്രയോ കേസുകളിൽ അവരവിടെ വന്ന് ഭീഷണിപ്പെടുത്തി പോവുകയാണ്. ഒരിക്കൽ കൂടി ഞാൻ MN വിജയ മാഷിന്റെ വാചകങ്ങൾ കൂട്ടിയാൻ ഉദ്ദേശിക്കുന്നു. കയറ് വലിയുമ്പോൾ മാത്രമേ പശുവിന് പാരതന്ത്ര്യത്തെക്കുറിച്ചുള്ള ബോധ്യമുണ്ടാവുകയുള്ളൂ. ആ കയറ് വലിയുന്നതുവരെ പശു വിശ്വസിക്കുന്നത് താനൊരു ജനാധിപത്യ വ്യവസ്ഥയിലാണ് എന്നാണ്. കേരളത്തിലെയും ഇന്ത്യയിലെയും പല ന്യൂനപക്ഷങ്ങളും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നതും അങ്ങനെയാണ്. ഇന്ന് കേരളത്തിലെ ക്രിസ്ത്യൻ സഭകൾ തിരിച്ചറിയുന്നു. പലതുകൊണ്ടും പഠിക്കാതെ ഏറ്റവും ഒടുവിൽ അവരുടെ പ്രിയപ്പെട്ട 2 കന്യാസ്ത്രീകൾ തൊടുമ്പോൾ അവർ തിരിച്ചറിയുന്നു ഇതുവരെ തങ്ങൾ കണ്ടതെല്ലാം പൊയ് ആണ് എന്നുള്ളത്. പൊയ്മുഖങ്ങൾ ഏതൊക്കെ രൂപത്തിൽ വന്നു? ന്യൂനപക്ഷങ്ങളെ പല രീതിയിലല്ലേ പ്രീണിപ്പിക്കാൻ ശ്രമിച്ചത്? കേരളത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച്, കേരളത്തിൽ എങ്ങനെയാണ് BJPക്ക് ചുവടുറപ്പിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങുന്നത് ഇന്നും ഇന്നലെയുമല്ല. 2004 തരങ്ങളൊരു നീക്കം നടത്തി ഏറെക്കുറെ വിജയകരമായി പൂർത്തിയാക്കി. പക്ഷേ അത് ഒരൊറ്റ മണ്ഡലത്തിൽ മാത്രമായിട്ട് ഒതുങ്ങി. IFDPയുടെ പ്രതിനിധിയായിട്ട് PC തോമസ് വരുന്നതോടുകൂടി NDAയിലേക്ക് ജയിച്ചു കയറുന്നതോടുകൂടിയാണ് കേരളത്തിൽ ആദ്യത്തെ ഒരു NDAയുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. പക്ഷേ അത് താൽക്കാലികമായിട്ടുള്ളൊരു വിജയം മാത്രമായിരുന്നു. പിന്നീട് തുടർച്ചയായിട്ട് BJP താഴേക്ക് പോകുന്ന നില വന്നു. അതിനുശേഷം
അതിനുശേഷം 2018 ആകുമ്പോഴേക്കും ഒരു കൂടിയാലോചന വരുന്നു. അവരുടെ മാതൃക എന്താണെന്ന് അറിയുമോ? നാഗാലാൻഡ് ആയിരുന്നു. നാഗാലാൻഡിൽ 80% ക്രിസ്ത്യൻ വിഭാഗത്തിനിടയ്ക്ക് 12 MLA-മാരെ സൃഷ്ടിക്കാമെങ്കിൽ എന്തുകൊണ്ടാണ് കേവലം 20% മാത്രമുള്ള ക്രിസ്ത്യാനികൾ മാത്രമുള്ള കേരളത്തിൽ നിങ്ങൾക്ക് ഒരു MP യോ MLA യോ സൃഷ്ടിക്കാൻ കഴിയാത്തത്? ഇതായിരുന്നു അന്ന് BJPയുടെ ചോദ്യം. അന്ന് മുതൽ തുടങ്ങിയതാണ് എഞ്ചിനീയറിംഗ്. CP ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ അന്ന് തമിഴ്നാടിൻ്റെ BJPയുടെ ചുമതലയുണ്ടായിരുന്ന പ്രഭാരി അന്ന് കേരളത്തിലേക്ക് വരുന്നു. ഈ ക്രിസ്ത്യൻ സഭകളെ കൂട്ടിയോജിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് K. സുരേന്ദ്രനും മുരളീധര പക്ഷവും എല്ലാവരും കൂടി ചേർന്ന് നടത്തുന്ന തീവ്രമായ ശ്രമങ്ങൾ. അങ്ങനെ ക്രിസ്ത്യൻ ബെൽറ്റിലേക്ക് കടന്നു കയറാൻ BJP നടത്തിയ രാഷ്ട്രീയ നീക്കത്തിൻ്റെ വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ദുർഗിൽ സംഭവിച്ചിരിക്കുന്നത്. എന്തെല്ലാം പറഞ്ഞു, എന്തെല്ലാം രീതിയിലാണ് മുസ്ലിം പക്ഷത്തിനെതിരായിട്ടൊരു വിഭാഗത്തെ നിർത്തിക്കൊണ്ട് ക്രിസ്ത്യൻ സമുദായത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് BJP രാഷ്ട്രീയം കളിച്ചത്. വഖഫിൻ്റെ കാര്യം വന്നപ്പോൾ നമ്മൾ യഥാർത്ഥ മുന്നമാരെ തിരിച്ചറിയുകയായിരുന്നില്ല. യഥാർത്ഥത്തിൽ മുൻപത്തെ മനുഷ്യർക്ക് വഖഫിലെ നിയമം പാസ്സാക്കിയ ദാ ഭൂമി എന്നുള്ളതായിരുന്നല്ലോ വാഗ്ദാനം. മുൻപത്തെ മനുഷ്യർ ഇപ്പോഴും അവിടെ തന്നെ കഴിയുന്നുണ്ട് കേട്ടോ. ഇതേ ഭീതിയിലും ആശങ്കയിലും അവിടെ കഴിയുന്നുണ്ട്. ഒടുവിൽ കിരൺ റിജ്ജു വന്ന മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ആ വസ്തുത തുറന്നു പറഞ്ഞു. ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല, ഈ നിയമത്തിന് ചെയ്യുന്നതിന് പരിമിതികളുണ്ട് എന്നതാണ് കിരൺ റിജ്ജു പറഞ്ഞു പോയതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ മുൻപത്തെ മനുഷ്യർക്ക് വഖഫ് നിയമവുമായി ബന്ധപ്പെടുത്തി അതുവരെ നടത്തിയ നാടകങ്ങളെല്ലാം കേവലം പൊറാട്ട് നാടകങ്ങളായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. മുൻപത്ത് നിന്ന് നിങ്ങൾ പഠിച്ചില്ലേ? വഖഫ് നിയമവും ഭേദഗതിയുമായി വരുന്ന സമയത്ത് ഇവിടുത്തെ ക്രിസ്തീയ സഭകൾ ഒന്നടങ്കം പറഞ്ഞില്ലേ, വഖഫ് നിയമത്തിന് ഭേദഗതിക്ക് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തണം, രാഷ്ട്രീയ നിലപാടെടുക്കണമെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കേരളത്തിലെ BJP നേതൃത്വം ന്യൂനപക്ഷത്തെ കൊണ്ടുപോയി. നർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും ഇവിടെ ക്രിസ്ത്യൻ സഭകളിൽ നിന്ന് ഉയരത്തക്ക രീതിയിൽ അവരെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയില്ലേ? ഒടുവിൽ അതൊന്നുകൊണ്ടും ഏൽക്കാതെ വന്നപ്പോൾ പിന്നീട് നേരിട്ട് ക്രിസ്ത്യൻ പ്രതിനിധിയിൽ നിന്നൊരു കേന്ദ്രമന്ത്രിയെ കൊണ്ടുവന്നു, ജോർജ് കുര്യൻ. ഇന്ന് ആ കേന്ദ്രമന്ത്രിയുടെ ഏറ്റവും നിസ്സഹായമായ പെർഫോമൻസാണ് നമ്മൾ കണ്ടത്. എനിക്ക് കേന്ദ്രമന്ത്രിയായ ജോർജ് കുര്യനോട് പറയാനുള്ളത്, അങ്ങിനി ഹിന്ദി പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇവിടുത്തെ സാധാരണ മനുഷ്യരുടെ വികാരം അത് മനസ്സിലാക്കാൻ പഠിക്കണം. ചില സമയങ്ങളിൽ സൈലൻസ് ഈസ് ഗോൾഡൻ എന്നാണ്. അങ്ങേക്ക് ചുരുങ്ങിയ പക്ഷം വായ തുറക്കാമായിരിക്കാമായിരുന്നു. പക്ഷേ അങ്ങ് ഇന്ന് 2 കന്യാസ്ത്രീകൾ ദുർഗിലെ ജയിലിൽ കഴിയുന്ന സമയത്ത് 53 കുറ്റവാളികൾക്കൊപ്പം ജയിലിൽ കഴിയുന്ന സമയത്ത് 2 മാലാഖമാർ അവിടെ അങ്ങനെ തടങ്കലിൽ കഴിയുന്ന സമയത്ത് ചിരിച്ചും ഉല്ലസിച്ചും പരിഹസിച്ചും പുച്ഛിച്ചും നടത്തിയ പ്രകടനമുണ്ടല്ലോ, അത് അത്യന്തം ഖേദകരമാണ്. അത് അത്യന്തം വഷളത്തരം നിറഞ്ഞ പ്രയോഗമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇത് ആദ്യമായി ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങിയത് നമ്മൾ കണ്ടു. എവിടെയെന്നറിയാമോ? തെരുവിലല്ല. മുതലപ്പുഴയിൽ ജോർജ് കുര്യൻ മന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ നിന്ന് ജോർജ് കുര്യൻ പ്രസംഗിക്കാൻ തുടങ്ങിയതോടുകൂടി ആളുകൾ ഓരോന്നായിട്ട് എഴുന്നേറ്റ് പോയി തുടങ്ങി. നിങ്ങൾ എത്ര കൊന്ത കൊടുത്താലും കുരിശു കൊടുത്താലും കേക്ക് കൊടുത്താലും ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിലെ വിശ്വാസികൾക്ക് ഇന്ന് BJP നേതാവ് പറയുന്നതിൽ വിശ്വാസമില്ല എന്നതിൻ്റെ തെളിവാണ്. അതാണിന്ന് ഒരു കേന്ദ്രമന്ത്രി മാധ്യമങ്ങളുടെ മുന്നിൽ നടത്തിയ പ്രകടനം. എന്താണ് മാധ്യമങ്ങളോട് ചോദിക്കുന്നത്? ആനയൂട്ടിനെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. ക്രിസ്ത്യൻ സഭയിലെ 2 മാലാഖമാരായിരിക്കുന്ന 2 വയോധികരായിരിക്കുന്ന സിസ്റ്റർമാർ ജയിലിൽ തടങ്കലിൽ കഴിയുന്ന സമയത്ത് ആനയൂട്ടിനെ കുറിച്ച് പഠിപ്പിക്കുകയാണ് കേരളത്തിലെ ഒരു മന്ത്രി, ജോർജ് കുര്യൻ എന്ന് പറയുന്ന മന്ത്രി. മറ്റൊരു മന്ത്രിയെ കേൾക്കാനേ ഇല്ല. എവിടെയാണ് സുരേഷ് ഗോപി എന്നറിയില്ല. ഇനിയിപ്പോൾ നാളെ അമിത്ഷാ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ടോ ഈ വാചകം? ഈ വിഷയത്തിൽ സുരേഷ് ഗോപിയുടെ ഒരു ബൈറ്റ് കാണിച്ചു തരാമോ? ഒരു വാചകം. താങ്കൾക്ക് സുരേഷ് ഗോപിയോടുള്ള വിദ്വേഷം? എനിക്ക് സുരേഷ് ഗോപിയുടെ വിരോധമൊന്നുമില്ല. സുരേഷ് ഗോപി ഞാൻ ഇപ്പോഴും സ്നേഹിക്കുന്ന ഒരു സിനിമാ താരമാണ്. ആ കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. പക്ഷേ എവിടെയാണ് ഈ വിഷയത്തിൽ സുരേഷ് ഗോപിയുടെ പ്രതികരണം? സുരേഷ് ഗോപി പാർലമെന്റിൽ പ്രതികരണം നടത്തിയോ? ഈ വിഷയത്തിൽ സുരേഷ് ഗോപി പാർലമെന്റിൽ ഒരു വാചകം പറഞ്ഞോ? എന്തിന്? കേരളത്തിലെ MP-മാർക്കൊപ്പം ഈ വിഷയത്തിൽ രാഷ്ട്രീയ ഭേദമന്യേ ഞാനും പ്രതിഷേധിക്കുന്നു എന്നൊരു വാചകം പറഞ്ഞോ? എന്നിട്ട് ഛത്തീസ്ഗഡിലേക്ക് പോയി നിൽക്കുന്ന MP-മാർ അവിടെ നിന്ന് പാർലമെന്റിൽ പങ്കെടുത്തിരിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഇരട്ടത്താപ്പ് കേരളത്തിലെ ജനത തിരിച്ചറിയണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. കേരളത്തിലെ BJP അധ്യക്ഷന്റെ ഇടപെടൽ അനൂപ് ആന്റണിയെ അയച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പ് രാജീവ് ചന്ദ്രശേഖർ ഒരു ബൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഈ വിഷയം അറിഞ്ഞ ഉടനെ അനൂപ് ആന്റണി അയച്ചു. അനൂപ് ആന്റണി ആദ്യത്തെ ദിവസം അവിടെ ചെന്നു. അനൂപ് ആന്റണി അവിടുത്തെ ഉപമുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നൊരു പൊന്നാട സ്വീകരിക്കുന്നു, ഒരു ഗിഫ്റ്റ് സ്വീകരിക്കുന്നു. 1 മണിക്കൂറിനുള്ളിൽ ജാമ്യം നിഷേധിച്ചു. അനൂപ് ആന്റണിക്ക്
പൊന്നാട കിട്ടി. സർക്കാരല്ലല്ലോ. അനൂപ് ആന്റണിക്ക് സർക്കാരല്ലാതെ പിന്നെ ആരാണ് പ്രോസിക്യൂഷൻ ആ കേസ് എടുത്തിരിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, കോടതി ആ കാണിച്ചത് പോലീസ് സർക്കാരാണെന്ന് ആരുടേതാണ്? തോന്നുമല്ലോ, താങ്കൾ പറയുന്നത് കേട്ടാൽ. മുഖ്യമന്ത്രി അല്ല, ആ പോലീസ് ആരുടേതാണ്? ആ പോലീസ് ആരുടേതാണ്? പോലീസിനെ കേരളത്തിലെ പോലെ ആ ഛത്തീസ്ഗഡിലെ പോലീസിനെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിലെ പിണറായി വിജയന്റെ ഒരു കാര്യം. അപ്പോൾ ചുരുക്കത്തിൽ അനൂപ് ആന്റണിക്ക് അവിടെ പോയി ഷോള് കിട്ടി, പക്ഷേ ജാമ്യം കിട്ടിയില്ല. നമ്മുടെ ജാമ്യം കിട്ടുമെന്ന് കന്യാസ്ത്രീകൾക്ക്. കേന്ദ്ര ആഭ്യന്തര ഇനി അതിനുശേഷം പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാണ് മറച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് എന്താണ് സംസ്ഥാനത്തിന്റെ പോലീസിംഗിൽ കാര്യം? കേന്ദ്ര ആഭ്യന്തരമന്ത്രി Yes, അങ്ങനെയാണെങ്കിൽ UDF എന്തിനാ പോയി കണ്ടത് അമിത്ഷായെ? ഇവിടെ പറ്റുന്നില്ല. അങ്ങനെ അല്ല. ഈ രാജ്യത്ത് അങ്ങനെയാണെങ്കിൽ ഇവിടെ പിണറായി ഭരണഘടന വിജയനെ വെല്ലുവിളിക്കപ്പെടുമ്പോ, ഈ രാജ്യത്ത് പിണറായി ഭരണഘടന വിജയനെ കണ്ടാൽ വെല്ലുവിളിക്കപ്പെടുമ്പോ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നാണ് പോയി ചോദിക്കുന്നത്. ആ, അതെ. പക്ഷേ ചെയ്യാൻ അവിടെയാണ് കഴിയുമെന്ന് പറഞ്ഞല്ലോ. അല്ല, അവിടെയാണ് അത് പ്രശ്നം. മൂടി വെക്കും. നോക്കൂ, ചെയ്യാൻ അവിടെ- കഴിയുമെന്ന് അമിത്ഷാ പറഞ്ഞത് മൂടി വരട്ടെ വെക്കും. വരട്ടെ നാളെയാണ് എന്നിട്ട് നമുക്ക് അറിയേണ്ടത്. വിരുദ്ധോക്തികൾ അല്ല, അനൂപ് ആന്റണി ഇറങ്ങി പറഞ്ഞല്ലോ, വന്നു. അനൂപ് ആന്റണി ജനങ്ങളെ പറഞ്ഞല്ലോ. ന്യൂനപക്ഷങ്ങളെ അല്ല, തെറ്റിദ്ധരിപ്പിക്കാനുള്ള അനൂപ് ആന്റണി എന്താ മനഃപൂർവ്വമായ പറഞ്ഞത്? ശ്രമം. അനൂപ് ആന്റണിയും രാജീവ് ചന്ദ്രശേഖറും പറഞ്ഞത് ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. പോസിറ്റീവ് ആയിട്ടുള്ള ജാമ്യവും തീരുമാനം പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞു. 1 മണിക്കൂറിനുള്ളിൽ ആ തീരുമാനം വന്നു. എന്താണ്? ജാമ്യം നിഷേധിച്ചില്ല എന്നുള്ളതാണ്. ജാമ്യം നിഷേധിച്ചു എന്നുള്ളതാണ്. ജാമ്യം അപേക്ഷ നിഷേധിച്ചു. അതാണ് ഞാൻ പറയാൻ വരുന്നത്. ജാമ്യം നിഷേധിച്ചു എന്നുള്ളതാണ്. അനൂപ് ആന്റണിയെ- അനൂപ് ആന്റണി വീണ്ടും കാണുന്നു. അതിനുശേഷം വീണ്ടും ചർച്ച ചെയ്യുന്നു. ചർച്ച ചെയ്തിട്ട് വീണ്ടും പറയുന്നു വീണ്ടും പോസിറ്റീവായിട്ടുള്ള തീരുമാനം സെഷൻസ് കോടതിയിൽ വരാം. വീണ്ടും തീരുമാനം വന്നു. സെഷൻസ് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയില്ലെന്ന് മാത്രമല്ല NIA കോടതിയിൽ അതിൽ ആ നടപടിയിൽ തെറ്റുണ്ടെന്നാണ് ഈ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. താങ്കൾ എന്താ പകുതി കേൾക്കുന്നത്? പ്രോസിക്യൂഷനാണ് ഇത് ആർഗ്യൂ ചെയ്യുന്നത്. ഇത് NIA കോടതി. നിങ്ങൾ എത്ര അർത്ഥസത്യങ്ങൾ പറഞ്ഞാലും സഭയ്ക്ക് അത് മനസ്സിലാകുന്നുണ്ട്. CBCക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നു. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് എത്ര പറഞ്ഞാലും ഒരു കാര്യം കേൾക്കൂ, അസ്വസ്ഥപ്പെടല്ലേ? അസ്വസ്ഥപ്പെടുന്നു? പ്രോസിക്യൂഷനെ നിയന്ത്രിക്കുന്നത് ആരാ? ആ അവിടുത്തെ പോലീസിംഗിനെ നിയന്ത്രിക്കുന്നത് ആരാ? എന്നിട്ട് ഇന്ന് ഹൈക്കോടതിയിൽ അതുകൊണ്ട് തന്നെയാണ് ജാമ്യാപേക്ഷ എതിർക്കില്ല എന്ന് പറയുന്നത്. താങ്കൾ എന്താ പറയാത്തത്? 7 ദിവസമായി 2 കന്യാസ്ത്രീകൾ കുറ്റവാളികൾക്കൊപ്പം അവിടെ കഴിയുക. ആര് കൊടുക്കും ഇതിന്റെ നീതി നിഷേധത്തിന്റെ വില? ആര് കൊടുക്കും? കഴിഞ്ഞതിന്റെ അനീതിയുടെ കോമ്പൻസേഷൻ ആര് കൊടുക്കും? ഛത്തീസ്ഗഡ് സർക്കാർ കൊടുക്കോ? അനൂപ് ആന്റണി കൊടുക്കോ? രാജീവ് ചന്ദ്രശേഖർ കൊടുക്കോ? കേരളത്തിൽ പൊൻകിരീടം കൊടുത്തുപോയി സുരേഷ് ഗോപി കൊടുക്കോ? ഈ പറയുന്ന ജോർജ് കുര്യൻ കൊടുക്കുമോ? ആ നീതി നിഷേധമുണ്ടല്ലോ, അത് കേരളത്തിലെ വിശ്വാസികൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. കാരണം അനൂപ് ആന്റണിയെ ഭീഷണിപ്പെടുത്തിയെന്ന വിവരം അനൂപ് ആന്റണി അയച്ചിരിക്കുന്നത് എന്താണെന്നറിയാം? അനൂപ് ആന്റണി തിരുവല്ലയിൽ മത്സരിക്കാൻ പോകുന്ന BJPയുടെ സ്ഥാനാർത്ഥിയാണ്. തിരുവല്ലയിലെ ക്രിസ്ത്യൻ വോട്ടുകളിൽ കണ്ണുവെച്ചുകൊണ്ടുള്ള നോട്ടമാണ്. പക്ഷേ പൊളിഞ്ഞടുങ്ങുന്ന കാഴ്ചയല്ലേ നമ്മൾ കാണുന്നത്. അത് തന്നെയാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് നമ്മൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പാർട്ടിക്കുള്ളിൽ ഈ അനൂപ് ആന്റണിയെ അയച്ചതിന്റെ പേരിൽ 2 അഭിപ്രായമുണ്ട്. ഇനി ആരാണ് ഈ അനൂപ് ആന്റണി? അനൂപ് ആന്റണിക്ക് എന്ത് ഔദ്യോഗിക സംവിധാനമാണ് ഉള്ളത്? അവിടെ പോയി നീതി നിഷേധം ജോർജ് കുര്യൻ നിശബ്ദനാകേണ്ടി വരുന്ന സാഹചര്യം, അനൂപ് ആന്റണി പറഞ്ഞതെല്ലാം പൊയ്യാണെന്ന് മനസ്സിലാകുന്ന സാഹചര്യം. ഒടുവിൽ കേരളത്തിന്റെ BJPയുടെ അധ്യക്ഷൻ നിന്ന് വിറയ്ക്കുകയാണ്. ഒരു മറുപടിയുമില്ല. ജയിലിലിട്ടിട്ട് പൂട്ടിച്ച താക്കോലെടുത്ത് കയ്യിൽ വെച്ചോണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇത് ആരോട് ചോദിക്കണം? ഇവിടെ ക്ഷമിക്കണം ആന്റോ ഗസ്റ്റിൻ, ഈ അനൂപ് ആന്റണി അഭിപ്രായം പറഞ്ഞതിനു ശേഷം തൊട്ടു പിന്നാലെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുടെ ട്വീറ്റ് വരിക. അനൂപ് ആന്റണി പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ്. അതിനുശേഷം രാജീവ് ചന്ദ്രശേഖരുടെ പ്രസ് മീറ്റ് വരിക. വീണ്ടും അടുത്ത പോസ്റ്റ്, പോലീസ് ചെയ്യേണ്ടതേ ചെയ്യുന്നുള്ളൂ എന്നുള്ള പോസ്റ്റാണ് വരുന്നത്. ഇത് ആരെ വിശ്വസിക്കണം? അതാണ് ഒരേ സമയം അനുമാനണി പറയുന്നത് എല്ലാം ഞങ്ങൾ ഒന്നും എതിർത്തിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ ജഡ്ജ്മെന്റ് വരുന്ന സമയത്ത് എല്ലാം കൃത്യമായിട്ട് അതാണ്. നോക്കൂ, ഒരേ സമയം ഛത്തീസ്ഗഡിലെ ബജ്രംഗ് ദളിനെയും അവിടുത്തെ വർഗീയവാദികളെയും തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ബാറ്റ് ചെയ്യുന്ന ഒരു സർക്കാരും അതിനെ അനുകൂലിക്കുന്ന BJP ഗവൺമെന്റും കഴിഞ്ഞ 6 ദിവസമായി കേന്ദ്രം ഇതൊന്നും അറിയാതിരിക്കുകയാണോ? 6 ദിവസമായി ഇതൊന്നും അറിയാതിരിക്കുകയാണോ? ഇന്നലത്തെ പ്രതിഷേധം കണ്ടില്ലേ? അത് തൊട്ട് മുമ്പ് നിങ്ങൾക്ക് ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന്റെ കേരളത്തിൽ നിന്ന് പോയ കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം എവിടെ? സുജയ, ഛത്തീസ്ഗഡിലെ
ഒരു വിഭാഗത്തിന് വേണ്ടി ഈ പറയുന്ന വർഗീയ കക്ഷികളായ വർഗീയ സംഘടനകളായ ബജരംഗ് ദളിൻ്റെയും അവിടുത്തെ ഹിന്ദു ജാഗരൺ മഞ്ചിനും ഒക്കെ വേണ്ടിയിട്ട് ബാറ്റ് ചെയ്യുന്ന സർക്കാരും BJPയും ഒരു ഭാഗത്ത്. എന്നിട്ട് 7ാമത്തെ ദിവസമാകുമ്പോൾ കേരളത്തിലെ 20% വരുന്ന ക്രിസ്ത്യൻ വോട്ട് ബാങ്കിൽ കണ്ണുനട്ടിരിക്കുന്ന ഒരു ഇവിടുത്തെ സംസ്ഥാന നേതൃത്വത്തിന് വേണ്ടി ഇനി റോൾ ചേഞ്ച് ചെയ്യാൻ പോകുന്ന, ഇനി അടുത്ത വേഷം അണിയാൻ പോവുകയാണ്. അന്യൻ എന്ന സിനിമയിൽ വേഷമിടുന്നത് പോലെയാണ്. ഒരു വേഷം അത് ഛത്തീസ്ഗഡിന് വേണ്ടി, രണ്ടാമത്തെ വേഷം അതൊരു പുതിയ വെളിപ്പെടുത്തലാണ് കേട്ടോ. ജോസ് കെ മാണിയൊക്കെ നിഷ്കാമകർമ്മി. എന്താണ് ജോസ് കെ മാണി ചെയ്തത് കുറ്റം? ജോസ് കെ മാണി എന്താ ചെയ്തത്? അവരെ കണ്ടതോ? ഈ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് ഇവിടുത്തെ ക്രിസ്ത്യൻ സഭാവിശ്വാസികളോട് അല്പമെങ്കിലും BJP മാത്രം പറയാൻ ഇങ്ങനെ താങ്കളുടെ എനർജി വേസ്റ്റ് ചെയ്യേണ്ട. LDF-ഉം UDF-ഉം വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ്. ഞാനത് പറയട്ടെ, കോൺഗ്രസിൽ നിന്ന് അകന്നു പോയ ക്രൈസ്തവ വോട്ടുകൾ BJP-യിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരണം. അതാണ്. നോക്കൂ, അപ്പൊ ജോർജ് ഏതെങ്കിലും തരത്തിൽ ക്രിസ്ത്യൻ സഭകളോട് ഏതെങ്കിലും തരത്തിലുള്ള കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ ആ ജയിലിൽ കിടക്കുന്ന 2 കന്യാസ്ത്രീകളെ പോയി കാണുകയാണ് വേണ്ടിയിരുന്നത്. സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഛത്തീസ്ഗഡ് സർക്കാരിനോട് വിയോജിക്കുന്നു എന്നതിൻ്റെ പേരിൽ ഒരു പ്ലക്കാർഡ് പിടിച്ച് ഒന്ന് പ്രതിഷേധിക്കുകയാണ് വേണ്ടത്. 6 ഗ്രാമിൻ്റെ സ്വർണ്ണമൊന്നും വേണ്ട, പക്ഷേ നല്ല ഉരുക്കുള്ളൊരു മനസ്സ് വേണമായിരുന്നു. ഈ പറയുന്ന മാലാഖമാർക്കൊപ്പം നിൽക്കാൻ കഴിയുന്നൊരു മനസ്സ് വേണമായിരുന്നു. അത് ചെയ്തില്ലെന്ന് മാത്രമല്ല, ആ നിശബ്ദത കൊണ്ട് ഒരനീതിയെ ന്യായീകരിച്ചു എന്നുള്ളതാണ് സുരേഷ് ഗോപി ചെയ്ത തെറ്റ്. ജോർജ് കുര്യൻ ചെയ്ത തെറ്റോ വാക്കുകളും ഒപ്പം തന്നെ ശരീരഭാഷയും ചിരിയും പരിഹാസവും കൊണ്ട് ആ കന്യാസ്ത്രീകളെ ആക്ഷേപിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അത് 2 കാഴ്ചകളും യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിലെ ക്രിസ്ത്യൻ സഭാവിശ്വാസികൾ തിരിച്ചറിയുന്നുണ്ട്, കേരളത്തിൻ്റെ പൊതുസമൂഹം തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ്. മാനായും മാരീചനായും വരും എന്ന് പറഞ്ഞതുപോലെ 80-20 എന്ന പ്രയോഗം നടത്തിയ മുഖ്യമന്ത്രിയുടെ പേര് യോഗി ആദിത്യനാഥാണ്. 80-20 തമ്മിലാണ് മത്സരം എന്ന് പറഞ്ഞത്. ഞങ്ങളും നിങ്ങളും എന്ന് പറഞ്ഞത് ഉത്തർപ്രദേശിലെ സർക്കാരാണെങ്കിൽ ഇവിടെ 20% വേണ്ടിയുള്ള BJP വഖഫിലൂടെ കൊണ്ടുവന്ന, ജിഹാദിലൂടെ കൊണ്ടുവന്ന ഒരു വലിയ നീക്കം പൊളിഞ്ഞ് പാളീസായതിൻ്റെ അമ്പരപ്പിലും പരിഭ്രാന്തിയിലുമാണ് കേരളത്തിലെ BJP നേതൃത്വം. ഈ വിശ്വാസം തകർന്നിരിക്കുന്നു എന്നുള്ളതാണ് തിരിച്ചറിയേണ്ടത്. ഇനി ഇടയലേഖനം കൂടി വരുമ്പോൾ അത് പൂർണ്ണമാകും. ഇപ്പോൾ സഭാ നേതൃത്വത്തെ അനുനയിപ്പിക്കാൻ പോവുകയാണ്. ഈ അനുനയ നീക്കങ്ങൾ കൊണ്ടൊന്നും കാര്യമില്ല. കേരളത്തിലെ സഭാവിശ്വാസികളും എത്രമാരും ഒരൊറ്റ തീരുമാനമെടുത്താൽ മതി. ഞങ്ങളുടെ വിദേശത്തു നിന്ന് ലഭിക്കുന്ന സംഭാവനകളുടെ പേരിൽ ഞങ്ങളെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി വരുന്ന ED-യും ഇൻകം ടാക്സും ഒക്കെ ഉണ്ടല്ലോ, അവരെ ഞങ്ങൾ ഭയക്കുന്നില്ലെന്നും ആ ഫോറിൻ വിദേശ പണം സഹായിച്ചതിന്റെ പേരിൽ ജയിലിൽ പോകേണ്ടി വന്നാൽ ഞങ്ങൾ തയ്യാറാണെന്നും ഇവിടുത്തെ മെത്രമാർ തീരുമാനമെടുത്താൽ തീരാവുന്നതേ ഉള്ളൂ. ഇവിടുത്തെ BJP-യോടുള്ള ഭയം ഒറ്റ കാര്യമേ ഉള്ളൂ. എന്ന് മാത്രമല്ല, ഇന്നത്തെ ഹീറോസ് മുതലപ്പുഴയിൽ ജോർജ് കുര്യന്റെ പ്രസംഗം കേൾക്കുമ്പോൾ ഇറങ്ങിപ്പോയത് ആരെന്നറിയോ? ലത്തീൻ കത്തോലിക്ക സഭയാ. ആ സഭ കാണിച്ച ധൈര്യം കോട്ടയത്തും എറണാകുളത്തുമുള്ള കത്തോലിക്കർ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അത് കാണിച്ചു തുടങ്ങിയിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് ആ വിശ്വാസത്തിന്റെ പാലം തകരുന്നതിന്റെ സൂചനയാണ് മുതലപ്പുഴയിലെ പരിപാടിയിൽ കണ്ടത്. അത് ജോർജ് കുര്യൻ്റെ പ്രകടനത്തോടുള്ള വലിയ രീതിയിലുള്ള ഒരു വിയോജിപ്പാണ് ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം ജോർജ് കുര്യൻ റിപ്പോർട്ടർ TVയെ സൂചിപ്പിച്ച് പറയുന്നുണ്ട്, പടവലങ്ങ പോലെ താഴേക്ക് എന്ന് പറയുന്നുണ്ട്. അങ്ങയുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി മാത്രം പറയുന്നു, ഞങ്ങൾ ഇന്നത്തെ ദിവസം റേറ്റിംഗ് വരുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ഞങ്ങളുടെ സഹപ്രവർത്തകരെക്കാൾ അല്പം മുൻപിലാണ്. അതിൻ്റെ കണക്കൊന്നും ഞങ്ങൾ പറയുന്നില്ല, കാരണം കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഈ രാഷ്ട്രീയത്തിൽ ഒരു പൊയ്മുഖവും ഇല്ലാതെ കടന്നുപോയൊരു മനുഷ്യൻ്റെ വിയോഗ വാർത്തയാണ് ഞങ്ങൾ സംപ്രേഷണം ചെയ്തത്. അത് നേട്ടമായി ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ താങ്കളോട് പറയാനുള്ളത്, ഈ ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. താങ്കൾ എത്രമാത്രം അസ്വസ്ഥപ്പെട്ടാലും, ചോദ്യം ചോദിക്കുന്ന എല്ലാ വാക്കുകളെയും നാവുകളെയും നിശബ്ദമാക്കാൻ നിങ്ങൾ ശ്രമിച്ചാലും, ചൂണ്ടുന്ന വിരലുകൾക്ക് നേരെ നിങ്ങൾ വിലങ്ങണിയിക്കാൻ ശ്രമിച്ചാലും, ഈ ചോദ്യങ്ങൾ റിപ്പോർട്ടർ TV ചോദിച്ചുകൊണ്ടേയിരിക്കും. ഹിന്ദി അറിയാൻ കഴിയില്ല, ഹിന്ദി ഇതെനിക്കറിയില്ല എന്നൊഴിഞ്ഞു മാറാൻ നിങ്ങൾക്ക് ഒരുപക്ഷെ സാധിച്ചേക്കും. പക്ഷേ കേരളത്തിന് നിങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. കേരളത്തിലെ യഥാർത്ഥ മുന്നമാരാരാണ് എന്നുള്ളത് കേരളത്തിൻ്റെ പൊതുസമൂഹം തിരിച്ചറിയുന്നു എന്ന് മാത്രമാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ന്യൂനപക്ഷം ഭയക്കണമെന്ന ചോദ്യത്തിന് അവർ ആദ്യം വരുന്നത് നിങ്ങളുടെ ഫ്രിഡ്ജിലിരിക്കുന്ന മാംസം തേടിയായിരിക്കും. പിന്നീട് വരുന്നത് നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രവും നിങ്ങൾ പിടിച്ചിരിക്കുന്ന പുസ്തകവും തേടി ആയിരിക്കും എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഈ അവസ്ഥയിലാണ് എന്ന് നമ്മളോട് പറയുന്നതും ഇതേ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് ന്യൂനപക്ഷം ഭയക്കുന്നു എന്നുള്ളതാണ് എൻ്റെ വിഷയത്തിലെ ടേക്ക്. യെസ് എന്ന് 4, നോ എന്ന് 1. Meet the editors.